ഇന്ന് 1201 ചിങ്ങമാസം 17-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഓണത്തിരക്കാണ്. ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇന്നത്തെ ഫലം കാണാൻ നേരമുണ്ടാവില്ല അല്ലേ? എന്നാലും ഇന്നത്തെ ഫലം നമുക്കൊന്ന് നോക്കാം. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ആധിപത്യമുള്ളൊരു ദിവസമാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ മാഴ്സ് എന്ന് പറയുന്ന ചൊവ്വാഗ്രഹമാണ്. ഈ ചൊവ്വ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തീയുടെ പടം മനസ്സിലോട്ട് തെളിഞ്ഞു വരും. ചൊവ്വ ഒരു അഗ്നേയമായ ഗ്രഹമാണ്. അത് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. വളരെ ചൂടുള്ള അറ്റ്മോസ്ഫിയറുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയെ ശരിക്കും എല്ലാവർക്കും പേടിയാണ്. മംഗളകാര്യത്തിലാണ് പേടി. അതായത് മാംഗല്യം, വിവാഹം ആദ്യ കാര്യങ്ങളിൽ ചൊവ്വ അത്ര അനുകൂലിയല്ല എന്നൊരു പൊതു സംസാരമുണ്ട്. എന്നാൽ ചൊവ്വയുടെ ഉച്ചക്ഷേത്രങ്ങളിലോ സ്വക്ഷേത്രങ്ങളിലോ ഒക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ചൊവ്വ ആരെയും ഉപദ്രവിക്കാറില്ല. മൂലത്രികോണത്തിൽ നിൽക്കുന്ന ചൊവ്വയും ആരെയും ഉപദ്രവിക്കാറില്ല. അങ്ങനെ ചൊവ്വയുടെ ദിവസം സാധാരണ ജ്യോതിഷ കാര്യങ്ങളൊന്നും ആരും നോക്കാൻ പോവുകയോ വരികയോ ഇല്ല. വാരാദായുഷ്യ ലക്ഷണം എന്ന പ്രമാണമാണ് അതിന് അടിസ്ഥാനം. വാരം കൊണ്ട്, വരുന്ന ദിവസം കൊണ്ട് പ്രച്ഛകൻ്റെ ഫലം പറയാൻ ജ്യോത്സ്യന് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം സ്വാഭാവികമായിട്ടും എല്ലാവരും ജ്യോതിഷാദി കാര്യങ്ങൾ നോക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കില്ല. ഇനി നമുക്ക് ഇന്നത്തെ ഫലം നോക്കാം. ഇന്ന് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലം അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ ഫലം നമുക്ക് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലം തന്നെയാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ പുറപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. കുട്ടികളോ കുടുംബാംഗങ്ങളോ ഒക്കെ തമ്മിൽ വഴക്കിടാനൊക്കെ സാധ്യതയുണ്ട്. കുട്ടികളുടെ ചില പ്രത്യേകമായ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവ ദൂഷ്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും അവരുമായി കലഹിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ്. പണ്ടത്തെ കെട്ടുറപ്പോ സ്നേഹബന്ധങ്ങളോ ഒന്നും ഇന്ന് ഒരു തലമുറയ്ക്ക് കാണുന്നില്ല. എന്നാൽ എല്ലാ തലമുറകളെയും സ്നേഹവും സത്യവും ധർമ്മവുമൊക്കെ നമ്മുടെ സനാതന തത്വവും സനാതന ധർമ്മവുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. എങ്കിലും ചില പ്രയാസങ്ങളുണ്ടെന്ന് കണ്ടുവല്ലോ. ഇതിനുള്ള പരിഹാരമാണ് ഈശ്വര പ്രാർത്ഥന. മനസ്സുറച്ച് അവരവർ ആചരിക്കുന്ന രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാം അനുകൂലമായി വരുന്നതായി കാണുന്നു. സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. എന്നാൽ മറ്റു മേഖലകളിലെല്ലാം ഇതേപോലെയുള്ള ചില പ്രയാസങ്ങളും തടസ്സങ്ങളും മുറിവ്, ചതവ് ഇതൊക്കെ വരാനായിട്ട് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറിലെ ഫലമൊന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ പ്രഭാതത്തിൽ ചില പ്രതീക്ഷയ്ക്ക് വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലേനാൾ നല്ല പ്രാർത്ഥനയോട് കൂടി കിടക്കുക. ശാരീരികമായ ചില പ്രശ്നങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദേഹാസ്വാസ്ഥ്യം, പുതിയ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഒക്കെ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വീട് മാറ്റം ഇന്ന് നല്ലതല്ല. അതേപോലെ സ്ഥലം മാറ്റവും ഇന്ന് നല്ലതല്ല. ദൂരയാത്രയ്ക്ക് പോകുന്നവർ യഥാവിധി പ്രാർത്ഥനയോടുകൂടി തന്നെ പുറപ്പെടേണ്ടതാണ്. എല്ലാ ആചാരം അനുഷ്ഠിക്കുന്നവരും അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. ദൂരയാത്രയ്ക്ക് ചില തടസ്സങ്ങൾ വന്നേക്കാം. അതേപോലെ തന്നെ ദൂരയാത്രയ്ക്ക് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഇന്ന് വളരെ വിപരീതമായൊരു റിസൾട്ടാണ് ലഭിക്കുന്നത് എന്നതിനാൽ വളരെ ആത്മസംയമനം പാലിക്കുക. വരുന്നത് വരട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഉണ്ടാക്കുക. അതേപോലെ നമുക്ക് സംഭവിച്ചതോർത്താരും ദുഃഖിക്കാതിരിക്കുക. ഇനി സംഭവിക്കാനുള്ളതോർത്ത് ആവലാതിപ്പെടാതെ ഇരിക്കുക. ഇന്ന് ജീവിക്കുക, ഇന്നത്തെ കാര്യങ്ങൾ അനുഭവിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഈ ഇന്നത്തെ ദിവസം മേൽ പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രമാണ്. ചില ചെറിയ അപകടങ്ങളൊക്കെ ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം.
മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ രാശിക്കാർക്ക് വാരം ഗുണാധിക്യമുള്ളതാണ്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. സ്ഥിരമായി അസുഖങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അത് കുറച്ച് അധികരിക്കാനൊക്കെ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുമായിട്ട് തർക്കത്തിലേർപ്പെടാൻ സാധ്യതയുണ്ട്. അക്കാരണത്താൽ ചില നിയന്ത്രണങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും വയ്ക്കേണ്ടതാണ്. അനാവശ്യമായ സ്വഭാവങ്ങൾ വെച്ച് സൂക്ഷിക്കുന്നവർക്ക്, മദ്യപാനം അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ഉപയോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇന്ന് വലിയൊരാപത്തുള്ള ദിവസമാണ്. ഏതെങ്കിലും രീതിയിലൊരു ഹോസ്പിറ്റലൈസേഷൻ വരെ വന്നേക്കാം. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും വച്ച് പുലർത്തുന്നത് ഒട്ടും തന്നെ അഭികാമ്യമല്ല. കാരണം അത് നമ്മളെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ചതിക്കും. അതുകൊണ്ട് വളരെ നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുകയും സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുകയും നമ്മളുടെ ആൾക്കാരോടുള്ള പ്രതിബദ്ധത നമ്മളെപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുകയും ഉത്തരവാദിത്തോടു കൂടി ചിന്തിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഒഴിഞ്ഞ് പോകുന്നതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം ഇതുപോലെ തന്നെ ആയിരിക്കും. എന്നാൽ സ്വർണ്ണ വ്യാപാരികൾ, രത്നവ്യാപാരികൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ഇന്നലത്തെ ക്ഷീണമെല്ലാം മാറുന്ന രീതിയിൽ ലാഭം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടങ്ങൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ കച്ചവട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഷെയർ മുതലായ കാര്യങ്ങളിൽ ധനം നിക്ഷേപിച്ചിട്ടുള്ളവർക്കൊക്കെ അർദ്ധലാഭം, നമ്മൾ ഇട്ടതിൻ്റെ അത്രയും ലാഭം കിട്ടില്ല, കുറച്ച് ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്ന് അത് വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരിക്കില്ല. ഇന്നത്തെ ദിവസം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, മുക്കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ഫലം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വൃഥ കലഹത്തിലേർപ്പെടുകയും മനക്ലേശമുണ്ടാകുകയും ചെയ്യുന്നു. വാശി തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളവർക്ക് വാശിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിക്കേണ്ടതാണ്. ദേഷ്യം വന്നാൽ ചെയ്യാനുള്ള ഉപാധികൾ അറിയാമല്ലോ. ഒരു കവിൾ വെള്ളം കൊണ്ട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ കുളിക്കാൻ പോവുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്തു പോയാൽ കലഹങ്ങളെല്ലാം ഒഴിവാക്കാം. ഏതായാലും കലഹത്തിന് ഒരുമ്പെടാതെ സമാധാനം തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരനോട് വളരെയധികം ആത്മാർത്ഥമായി ഈ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകുന്നതാണ്. ദൂരയാത്രയ്ക്ക് കൊതിക്കുന്നവർക്ക് അനുകൂലമായൊരു മറുപടി ലഭിക്കും. സ്വന്തം ആൾക്കാർക്ക്, ഉറ്റവർക്ക് സ്വന്തമായി ഏതെങ്കിലും വിലപിടിച്ച സാധനം, കാറോ ഗ്രഹമോ ഒക്കെ വാങ്ങിച്ച് അതിൽ സന്തോഷം അനുഭവിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്ന് കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. തുലാ രാശിക്കാരുടെ ഇന്നത്തെ ഫലം വളരെ അനുകൂലമായി കാണുന്നു. കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. അതേപോലെ ബിസിനസ് ഫീൽഡിൽ ഇരിക്കുന്നവർക്കും ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ദിവസത്തിൻ്റെ ആദ്യ ഭാഗം കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ പോലും ദിവസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും വളരെ ലാഭം കയ്യിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഇടപെടുന്നത് നമുക്ക് എല്ലാത്തിനും ഗുണം ചെയ്യും. വേറെ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു മറുപടി തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ കേസ് കൊടുക്കാനോ വഴക്കിടാനോ പറ്റുന്ന ഒരു ദിവസവും അല്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ഉണ്ടാകാനുള്ള ഒരു ദിവസമാണ്, സന്തോഷമുണ്ടാകുന്ന ദിവസമാണ്, പുതിയ സമ്മാനങ്ങൾ ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്, പണച്ചിലവ് കൂടിയിരിക്കുന്ന ദിവസവുമാണ്. എല്ലാ വിഭാഗപ്പെട്ട ആളുകൾക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണെങ്കിലും യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ചില മാനസിക സംഘർഷങ്ങളും കഷ്ടനഷ്ടങ്ങളും ശാരീരിക ക്ലേശങ്ങളുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് ധനുരാശിക്കാരുടെ ഫലം നോക്കാം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പുരാടം,
ഉത്രാടംകാല്. ഈ കൂട്ടർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷവും സമാധാനവുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധു സമാഗമത്തിന് സാധ്യത കാണുന്നു. അതേപോലെ ദൂരെ യാത്രയ്ക്ക് പോകാൻ സാധ്യത കാണുന്നു. ഉല്ലാസയാത്രകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. അതേപോലെ സ്പിരിച്വൽ ലെവലിൽ ചിന്തിക്കുന്നവർക്ക് ഗുരുവിനെ സമീപിക്കാനും ഗുരുത്വം ലഭിക്കാനും ഒക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ കലഹത്തിൽ ഏർപ്പെടാനായിട്ട് നല്ലൊരു ദിവസമല്ല. കലഹങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അംഗങ്ങൾക്ക്, വീട്ടിലെ അംഗങ്ങൾക്ക് വളരെ അസ്വസ്ഥത ഉള്ളൊരു ദിവസമായിരിക്കും. അവർക്കെല്ലാം ആശ്വാസം പകരേണ്ടത് നമ്മുടെ കടമയാണ്. അവരെല്ലാവരും അസ്വസ്ഥരായിരിക്കുന്നത് കണ്ട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക. ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ രാശിഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറിൽ ജനിച്ച എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കുമെന്ന്. വളരെ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷമുണ്ടായിരിക്കും. ഇഷ്ടജനസമാഗമം ഉണ്ടാകുന്ന ദിവസമാണ്. വിവാഹാധികാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ദൂരയാത്രയ്ക്കും വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. എന്നാൽ ചില ധനനഷ്ടങ്ങളും ചില ഒടിവ് ചെതവ് മുറികളും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആയുധം കൊണ്ട് അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊക്കെ അപകടങ്ങൾ ചെറുതായി വരാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അതേപോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോക്കടിക്കാനോ കറണ്ടടിക്കാനോ ഒക്കെ സാധ്യത കാണുന്നു. ഇതൊക്കെ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം സാമ്പത്തികമായി പ്രതീക്ഷ നൽകുന്നതാണ്. സാമ്പത്തികമായി ചില പ്രതീക്ഷകൾ വച്ച് പുലർത്തുന്നവർക്കും അനുകൂലമായ ദിവസമായി കാണുന്നു. ബിസിനസ്സുകാർക്കും താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. മറ്റെല്ലാ മേഖലകളിലുള്ളവർക്കും വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം അനുഭവിക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. അവരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ആദ്യമായി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉച്ചവരെ ചില മന്ദതയും മ്ലാനതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബാംഗങ്ങളുടെ ഇടപെടൽ മൂലം വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമായിരിക്കും. സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായി കാണുന്നു. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സിനിമ തുടങ്ങിയ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ അപവാദങ്ങൾ കേൾക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നു. ആ സാധ്യതയെ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ഭക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മീനൻ രാശിക്കാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതിക്കാല്, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. അപ്പോൾ അത് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അവർക്ക് ഗ്രഹങ്ങൾ മോടി പിടിപ്പിക്കുന്നതിലും അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും പർച്ചേസ് ചെയ്ത് സന്തോഷം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അത് അനുകൂലമായി കാണുന്നു. അതേപോലെ വിദേശയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായി കാണുന്നു. ജോലിയിൽ സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു മറുപടി ലഭിക്കുന്നതാണ്. അതേപോലെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബത്തിലും സമാധാനമുള്ളതായി കാണുന്നു. പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആകാംക്ഷ വരുന്ന ഒരു ദിവസമാണ്. ഭയം വരുന്ന ഒരു ദിവസമാണ്. അത്തരത്തിലൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ദിവസത്തിൻ്റെ അവസാനത്തോടു കൂടി അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം ഒഴിവായി കിട്ടുന്നതാണ്. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ രോഗങ്ങൾ ഉള്ളവർക്ക് അതൊന്ന് അധികരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ ഇന്നത്തെ ജ്യോതിഷഫലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനവും സന്തോഷവും ആവോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാനായിട്ട് വളരെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുകിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. വീണ്ടും കാണാം.
കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം വിശ്വാസികളുടെ മനസ്സിൽ ഒരുപാട് പ്രത്യേകതകളുള്ള പുണ്യസ്ഥലമാണ്. കാട്ടിലെ അമ്പിന്റെ ഉറവ എന്നർത്ഥം വരുന്ന കാടാമ്പുഴ എന്ന പേര് മഹാഭാരതത്തിലെ കിരാത കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാണ്. ശ്രീ പാർവതി ദേവിയെ വനദുർഗയുടെ രൂപത്തിൽ കിരാതഭാവത്തിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഭക്തരുടെ ആഗ്രഹങ്ങൾ ത്വരിതമായി സാഫല്യമാക്കുന്ന ത്വരിതാ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ പ്രസിദ്ധമാണ്. എന്നാൽ ഇവിടെ ഒരു വിഗ്രഹം കാണാൻ കഴിയില്ല. പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. ഈ കണ്ണാടിയിൽ ഭക്തർ കാണുന്നത് അവരുടെ പ്രതിബിംബം തന്നെയാണ്. ഭക്തനും ഭഗവതിയും ഒന്നു തന്നെയാണെന്ന അദ്വൈത വിശ്വാസമാണ് ഇതിനു പിന്നിലുള്ളത്. ശ്രീചക്ര ചൈതന്യത്തിലൂടെ ദേവിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ കഥാപാഠങ്ങളായ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ശത്രുത ചെറുപ്പം മുതലേ ആരംഭിച്ചിരുന്നു. ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർക്ക് വനവാസവും അജ്ഞാതവാസവും ചെയ്യേണ്ടി വന്നു. ഈ കാലഘട്ടം കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അർജുനൻ യുദ്ധത്തിൽ ജയിക്കാൻ ശക്തി നൽകുന്ന പാശുപതാസ്ത്രം ലഭിക്കാനായി പരമശിവനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അർജുനന്റെ കഠിനമായ തപസ്സിൽ ശിവൻ സംതൃപ്തനായി. എന്നാൽ അർജുനന്റെ അഹങ്കാരം കണ്ട് ശിവൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ശിവനും പാർവതിയും കാട്ടാളനും കാട്ടാള സ്ത്രീയുമായി വേഷം മാറി കാട്ടിലെത്തി. അർജുനന്റെ തപസ് തടസ്സപ്പെടുത്താൻ ദുര്യോധനൻ മൂകാസുരനെ ഒരു പന്നിയുടെ രൂപത്തിൽ അവിടേക്ക് പറഞ്ഞയച്ചു. പന്നിവേഷത്തിലെത്തിയ മൂകാസുരനെ കാട്ടാളൻ അമ്പെയ്തു. അതേസമയം തന്നെ തപസ്സിൽ നിന്നുണർന്ന അർജുനനും പന്നിയെ അമ്പെയ്തു വീഴ്ത്തി. പന്നിയെ കൊന്നത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കാട്ടാളൻ അർജുനനുമായി തർക്കത്തിലേർപ്പെട്ടു. തന്റെ അമ്പെയ്ത്തിന്റെ കൂട്ടത്തിൽ എന്തിനാണ് നീയും അമ്പെയ്തത്? അത്ര വലിയ കേമനാണെങ്കിൽ നമുക്കൊരു യുദ്ധം നടത്താമെന്നും കാട്ടാളൻ അർജുനനോട് വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിയിൽ അർജുനൻ കുപിതനായി. ഇത് കണ്ട പാർവതി ഭയപ്പെട്ടു. കാന്ത, അർജുനനെ വിഷമിപ്പിക്കാതെ വരം നൽകി അനുഗ്രഹിക്കൂ എന്ന് കാട്ടാള സ്ത്രീയായിരുന്ന പാർവതി ശിവനോട് അപേക്ഷിച്ചു. എന്നാൽ കാട്ടാള വേഷത്തിലായിരുന്ന ശിവൻ പാർവതിയുടെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. പാർവതി അർജുനനെ ഈ കാട്ടാളൻ ശിവനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അർജുനൻ അത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല പാർവതിയെ അപമാനിക്കുകയും ചെയ്തു. ഇതിൽ കോപം വന്ന പാർവതി അർജുനനെ ശപിച്ചു. നീ എയ്യുന്ന അമ്പുകൾ കാട്ടാളനിൽ പുഷ്പങ്ങളായി തീരട്ടെ, നിന്റെ ആവനാഴിയിലെ അമ്പുകൾ ഇല്ലാതാകട്ടെ. അഹങ്കാരിയായ അർജുനൻ ആവനാഴിയിൽ അമ്പില്ലാതായപ്പോൾ ദുഃഖിതനും അപമാനിതനുമായി. പിന്നീട് വില്ലുകൊണ്ടും മുഷ്ടികൊണ്ടും യുദ്ധം തുടർന്നു. ഒടുവിൽ പരാജയപ്പെട്ട അർജുനനെ കാട്ടാളൻ എടുത്തെറിഞ്ഞു. ബോധം വന്നപ്പോൾ അർജുനൻ താൻ യുദ്ധം ചെയ്തത് ശിവനും പാർവതിയുമായാണെന്ന് മനസ്സിലാക്കി മാപ്പപേക്ഷിച്ചു. അർജുനന്റെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതായെന്ന് മനസ്സിലാക്കി ശിവനും പാർവതിയും അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പാശുപതാസ്ത്രം നൽകി. ഈ കിരാത കഥയിലെ കാട്ടാളരൂപിയായ പാർവതിയാണ് കാടാമ്പുഴയിലെ പ്രതിഷ്ഠ. ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി ത്വരിതാ ഭഗവതി എന്ന ഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. പാശുപതാസ്ത്രം അനുബന്ധിച്ചിട്ടുള്ള ഐതിഹ്യമാണ് കാടാമ്പുഴയ്ക്കുള്ളത്. അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്യുക, അത് ശിവനും പാർവതിയും അതിനുവേണ്ടി കാട്ടിലാണ് തപസ് ചെയ്തതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ശിവൻ പാർവതി അർജുനന് കുറച്ചൊരു അഹങ്കാരം ഉണ്ട്, അപ്പോൾ അതില്ലാതാക്കിയിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ശിവനും പാർവതിയും പോകുന്നത്. അപ്പോൾ പാർവതി ചോദിക്കുന്നുണ്ട് ശിവനോട്, ഇത്രയും മഹാകേമനായ അർജുനന് അഹങ്കാരം, അപ്പോൾ അഹങ്കാരം ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പോൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, വരും, ഞാനതൊരു പരീക്ഷണത്തിലൂടെ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പാർവതിയും ശിവനും വേഷം മാറി കാട്ടാളനും കാട്ടാളത്തിയായിട്ട് വരികയാണ്. അപ്പോൾ അർജുനൻ്റെ തപസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പന്നിയെ ശിവൻ പറഞ്ഞയച്ചു. ആ പന്നി വന്ന് അർജുനൻ്റെ തപസ് കേൾക്കുമ്പോൾ അർജുന് ദേഷ്യം വരികയും ആ ദേഷ്യത്തിൽ പന്നിയെ കൊല്ലാൻ വേണ്ടി ഒരു അമ്പ ചെയ്തു. അതേ സമയത്ത് തന്നെ കാട്ടാലനും അതേ സമയത്ത് തന്നെ ഒരു അമ്പ ചെയ്ത് പന്നിക്ക് മേലെ അയച്ചു. അപ്പോൾ പന്നി മരിക്കുകയും ചെയ്തു. അതിനുശേഷം അർജുനനും ശിവനും തമ്മിൽ തർക്കമുണ്ടായി. ശിവൻ പറഞ്ഞു, ഞാൻ ചെയ്ത അമ്പ് കൊണ്ടാണ് പന്നി സത്തതെന്നും അല്ല എൻ്റെ ഇതുകൊണ്ടാണെന്ന് അർജുനനും. അവർ തമ്മിൽ വാക്കുകേർക്കും. പിന്നെ അത് ഒരു ദ്വന്ദ്വയുദ്ധത്തിലേക്ക് വന്നു, ഒരു പോരാട്ടം തന്നെയായി. അപ്പോൾ അവസാനം അവർ ആയുധങ്ങൾ ഉപയോഗിച്ച് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അർജുനൻ്റെ
അർജുനൻ അമ്പ് ചെയ്യും, ശിവൻ ഇങ്ങോട്ട് അമ്പ് ചെയ്യും. അതിന് കുറേ ആയപ്പോൾ രണ്ടാളും നിർത്തണില്ല, രണ്ടാളും പരാജയപ്പെടുന്നില്ല. അവസാനം ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പാർവതിക്ക് തോന്നി. അവസാനം ശിവനാച്ചാൽ കൈ അമ്പയിട്ടിട്ട് ചോരയും ഇതൊക്കെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ പാർവതിക്ക് വിഷമം തോന്നി. അവസാനം പാർവതി പറയുന്നുണ്ട്, അർജുനൻ ചെയ്ത അമ്പ മുഴുവൻ പൂവായി മാറട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അർജുനൻ മനസ്സിലായത് സാധാരണക്കാരല്ല, ഒരു ദിവ്യ ഉള്ള ആൾക്കാർ, കാട്ടാളത്തിയാണ്. ഇല്ലാളി വീരൻ കേമൻ എന്നൊരു ധാരണ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായി. പാശുപദാസ് എന്ന് പറഞ്ഞിട്ട് അവിടുന്നാണ് വരം കൊടുത്തത്. ഐതിഹ്യമനുസരിച്ച് അർജുനന്റെ അമ്പുകൾ പുഷ്പങ്ങളായി മാറിയതിന്റെ ഓർമ്മയ്ക്കായാണ് പൂമൂടൽ എന്ന വഴിപാട് ഇവിടെ പ്രധാനമായത്. കൂടാതെ ശിവനും പാർവതിയും കാട്ടാള രൂപത്തിൽ ഒന്നിച്ചെത്തിയപ്പോൾ അവർക്കൊരു ദിവ്യ ശിശു ജനിച്ചുവെന്നും അവൻ വേട്ടയൊരു മകൻ എന്ന നാമത്തിൽ ആരാധിക്കപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല. എന്നാൽ കേരളീയ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം തീർത്ഥാടനം ചെയ്യുന്നതിനിടെ കാടാമ്പുഴ ഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക തേജസ് കണ്ടു. അതിനെ പിന്തുടർന്നു ചെന്നപ്പോൾ ആ തേജസ് ഭൂമി പിളർന്നുണ്ടായ ഒരു ദ്വാരത്തിലേക്ക് ലയിച്ചു. കാര്യം മനസ്സിലാകാതെ ശങ്കരാചാര്യർ ധ്യാനിച്ചപ്പോൾ അത് കിരാത പാർവതിയാണെന്നും ത്വരിതഭാവത്തിലാണെന്നും മനസ്സിലായി. ഉടൻ തന്നെ അടുത്തുള്ള കാടാമ്പുഴ വാര്യരിൽ നിന്ന് പൂജാ സാമഗ്രികൾ വരുത്തി വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു. ശ്രീകോവിലിനുള്ളിൽ ദേവി ലയിച്ച ആ ദ്വാരമാണ് പ്രധാന ചൈതന്യസ്ഥാനം. ദ്വാരത്തിന് 6 ഇഞ്ച് ചുറ്റളവുണ്ട്. ദേവിയുടെ ഉഗ്രത കുറയ്ക്കുന്നതിനായി ശങ്കരാചാര്യർ ശ്രീകോവിലിന് പുറത്ത് അഭിമുഖമായി നരസിംഹത്തെയും സുദർശനത്തെയും പ്രതിഷ്ഠിച്ചു. പ്രധാന പ്രതിഷ്ഠ കിഴക്ക് ദർശനമായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഭഗവതിയുടെ ദർശനം പടിഞ്ഞാറോട്ടാണ്. ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. വനദുർഗാഭാവത്തിലുള്ള ദേവി ആയതുകൊണ്ടാണ് ഇതെന്ന് സങ്കല്പിക്കപ്പെടുന്നു. ദേവി പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങുന്നുവെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നു. ശങ്കരാചാര്യർ ദേശാടനം പോകുന്ന സമയത്ത് ഇവിടെ ഒരു ജ്യോതിസ് കണ്ടു. അപ്പോൾ വന്ന് എന്താ നോക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ ഈ തേജസ് കൊണ്ട് അടുക്കാൻ പറ്റിയില്ല. ഈ സുദർശനവും നരസിംഹത്തിനെയും ധ്യാനിച്ചപ്പോൾ അവിടെ ആ ഒരു തേജസ് ഒരു ദ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്ന സങ്കല്പം, അങ്ങനെ ഐതിഹ്യം പറയുന്നുണ്ട്. അതിലാണ് ശക്തി ഇറങ്ങിയിരിക്കുക എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ അടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുക്ക് ആ തേജസ് കൊണ്ട് അടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സുദർശനവും നരസിംഹം കൂടിയും ഒരു ബിംബത്തിൽ തന്നെ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അതുകൊണ്ട് ആ ശക്തി അയക്കാണ്ട് ഇറങ്ങിപ്പോയി. എന്നാലും ആ തേജസ് ഇപ്പോഴും അവിടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്, ആ അഴയിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത്. പൂമൂടലിന് എല്ലാ പൂജകളെല്ലാം അഭിഷേകങ്ങളെല്ലാം അവിടെ ചെയ്യണത്. അതിപ്പോൾ ഒരു പീഠത്തിന് മുകളിൽ ഒരു 1.5 ഇഞ്ച് വ്യാസത്തിലൊരു ദ്വാരം ഉള്ളത്. അത് ഒരു പീഠമാണ്. ആ വ്യാസത്തിന് അതിൻ്റെ മുകളിൽ ഒരു വെള്ളിയുടെ മൂടി വെച്ചിട്ടുണ്ട്. അതിൽ അഭിഷേകം ജലമൊക്കെ അതിലേക്ക് പോകും. പൂമൂടൽ പൂജ എല്ലാം അവിടെ തന്നെ, അഭിഷേകം എല്ലാം അവിടെ തന്നെ ചെയ്യാം. അതിൻ്റെ തൊട്ട് പുറകിലേക്ക് ഒരു വാൽക്കാണണ്ടി തറമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ പഴുത്ത് ഈയിടെ 4 കൊല്ലം മുമ്പേ ഒരാളൊരു ഭക്തൻ്റെ വഴിപാടായിട്ട് ഒരു ഗോളാകിയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ഈ അലങ്കാരങ്ങൾക്ക് ഈ മാലയ്ക്ക് തെച്ചിപ്പൂ മാല, തുളസി മാല, ഇതെല്ലാം താമര, ഇതൊക്കെയാണ് അലങ്കാരമാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. അപ്പോൾ ഈ പൂമൂടലാണ് ഉച്ചപൂജ സമയത്താണ്, ആദ്യത്തെ സ്നാനഘട്ടത്തിലാണ് ഈ പൂമൂടൽ വഴിപാട് ചെയ്യുക. ആ സമയത്താണ് ഈ പൂമൂടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അലങ്കാരങ്ങൾ ചെയ്യുക. ആ സമയത്ത് ഈ മാലയാർത്തലും അലങ്കാരവും ഒക്കെ ആ സമയത്താണ് ചെയ്യുക. അപ്പോൾ കാര്യമായിട്ട് തെച്ചിപ്പൂവിന് തുളസിപ്പൂവിനാണ് പ്രാധാന്യം. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ക്ഷാമം വരുമ്പോൾ നമ്മൾ മറ്റുള്ള പൂക്കൾ ഉപയോഗിക്കുന്നു അർത്ഥം. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ശ്രീകോവിലിനുള്ളിൽ ഗണപതിയും സുബ്രഹ്മണ്യനും അദൃശ്യ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്നു. കൂടാതെ ശ്രീകോവിലിന് പുറത്ത് വടക്കുഭാഗത്ത് നാഗകന്യകമാരും തെക്കുഭാഗത്ത് പൂർണ്ണ പുഷ്കലാസമേതനായ ധർമ്മശാസ്താവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ സമീപത്ത് മാടമ്പിയാർ കാവ് എന്ന ശിവക്ഷേത്രവുമുണ്ട്. ഇവിടെ കിരാതമൂർത്തിയായ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ. ഈ ക്ഷേത്രം കാടാമ്പുഴ ദേവിയോടൊപ്പം എത്തിയ പരമേശ്വരന്റെ സാന്നിധ്യമായാണ് കണക്കാക്കപ്പെടുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പൂമൂടലും മുട്ടറുക്കലുമാണ്. അർജുനൻ ശിവന് നേരെ ചെയ്ത അമ്പുകൾ പൂക്കളായി മാറിയതിന്റെ സ്മരണയ്ക്കാണ് പൂമൂടൽ വഴിപാട് നടത്തുന്നത്. ഇത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായി കണക്കാക്കപ്പെടുന്നു.
ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ഈ വഴിപാട് നടത്താൻ സാധിക്കുകയുള്ളൂ. ദേവിയുടെ തിടമ്പ് മാറ്റി വെള്ളിത്തളികയിൽ ചെത്തിപ്പൂക്കൾ വർഷിച്ച് ദേവിയെ മൂടുന്നതാണ് ഈ ചടങ്ങ്. ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും നീക്കാൻ ഭക്തർ ചെയ്യുന്ന പ്രധാന വഴിപാടാണ് മുട്ടറുക്കൽ. ഭൂമിമുട്ട്, ഗൃഹമുട്ട്, വിദ്യാമുട്ട്, മംഗല്യമുട്ട്, സന്താനമുട്ട്, ശത്രുമുട്ട്, വാഹനമുട്ട് എന്നിങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്കായി ഇത് നടത്താം. ക്ഷേത്രക്കുളത്തിൽ നാളികേരം മുക്കി ശ്രീകോവിലിന് മുന്നിൽ വെച്ച് ഉടച്ചാണ് ഈ വഴിപാട് നടത്തുന്നത്. നാളികേരം ഉടയുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ 2 പ്രധാന വഴിപാടുകൾ കൂടാതെ ശാരീരിക അസുഖങ്ങൾക്കുള്ള ദേഹപുഷ്പാഞ്ജലി, ശത്രുദോഷം മാറാനുള്ള രക്തപുഷ്പാഞ്ജലി, 3 നേരം നടത്തുന്ന ത്രികാല പൂജ എന്നിവയും ഇവിടെ പ്രധാനമാണ്. ചടങ്ങുകൾ മുട്ടറക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മുട്ടറക്കൽ, പൂമൂടൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ. പിന്നെ രക്തപുഷ്പാഞ്ജലി, ദേഹപുഷ്പാഞ്ജലി, നെയ്വിളക്ക്, മാല, ത്രികാല പൂജ, ഗണപതി ഹോമം, ഇങ്ങനെ കുറേ വഴിപാടുകളുണ്ട്. അധികം ആളുകൾ വരുന്നത് നാളികേരം ഉടയ്ക്കാനും അവരുടെ കാര്യസാധ്യത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അത് ഇവിടെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്നത്. പിന്നെ ഒരു 10,000, 5,000, 10,000 ഒക്കെ കണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇട ദിവസങ്ങളിൽ കുറവായിരിക്കും. നമ്മളിവിടെ പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ നമ്മൾ പ്രാതൽ ചായ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരും വരുന്ന എല്ലാവർക്കും നമ്മൾ പിന്നെ ചോറ് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഊണ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അമ്പലത്തിൻ്റെ താഴെയൊക്കെ വഴിപാടിന് നിൽക്കുന്നവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ക്യൂ കോംപ്ലക്സ് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. കാടാമ്പുഴയിൽ വലിയ ഉത്സവങ്ങൾ സാധാരണയായി നടത്താറില്ല. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും കന്നിമാസത്തിലെ നവരാത്രിയുമാണ് പ്രധാന വിശേഷ ദിവസങ്ങൾ. വൃശ്ചികത്തിലെ കാർത്തിക നാൾ ഭഗവതിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നു. ഈ ദിനത്തിൽ പുലർച്ചെ 3:30 നട തുറക്കുന്നു. തൃക്കാർത്തിക ദീപങ്ങൾ തെളിയിക്കുന്നതോടെ പ്രത്യേക പൂജകളും പ്രസാദഊട്ടും നടക്കുന്നു. ആയിരക്കണക്കിന് ഭക്തർ ഈ ദിനത്തിൽ ദർശനത്തിനെത്തുന്നു. മഹാസരസ്വതി ഭാവമുള്ളതിനാൽ വിദ്യാരംഭ ചടങ്ങുകൾക്കും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ദുർഗാ ഭഗവതിയാണ് പ്രധാന ആരാധനാമൂർത്തി. ദുർഗാഷ്ടമിയും വിജയദശമിയും പ്രത്യേക പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. കൂടാതെ എല്ലാ വർഷവും ധനുമാസത്തിൽ ഋഗ്വേദ ലക്ഷാർച്ചനയും ക്ഷേത്രത്തിൽ നടക്കുന്നു. ചൊവ്വ, വെള്ളി, ഞായർ, പൗർണമി, അമാവാസി മാസത്തിലെ ആദ്യ ദിവസം, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയ ദിവസങ്ങൾ ദേവീ ദർശനത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ രാത്രി 7 മണി വരെയും ക്ഷേത്രനട തുറന്നിരിക്കും. കാടാമ്പുഴ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്, തൃശൂർ, കോട്ടയ്ക്കൽ, തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റോഡ് മാർഗം എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ക്ഷേത്രങ്ങളിലൊന്നാണ് കാടാമ്പുഴ. അതുപോലെ മലബാർ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ക്ഷേത്രവും കാടാമ്പുഴയാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ജ്വലിക്കുന്ന പ്രതീകമാണ്. ശിവപാർവതിമാരുടെ കിരാതലീല, ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ, അദ്വൈത സങ്കല്പത്തിലെ ശ്രീചക്ര ചൈതന്യം, തനതായ വഴിപാടുകൾ എന്നിവ ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നു. ഭക്തർക്കും സന്ദർശകർക്കും ഒരുപോലെ ആകർഷകമായ ഈ ദേവാലയം കേരളത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു. അപ്പോൾ നമ്മൾ വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ വാണിജ്യ ബന്ധം ഏകപക്ഷീയമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ആരോപിച്ചു. അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കാൻ ഇന്ത്യ സമ്മതിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഷാങ്ഹായ് ഉച്ചകോടിയോടുകൂടി പുതിയൊരു ലോകക്രമത്തിന് തുടക്കമാകുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ ലോകരാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് തന്നെയല്ലേ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്? ആര്യ, ഏതായാലും ഈ പുതിയ ഒരു ലോകക്രമത്തിൽ, അതായത് ഇന്ത്യ നരേന്ദ്രമോദി സൃഷ്ടിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിൽ ട്രംപ് അസ്വസ്ഥനാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ കൃത്യമായി തന്നെ ഇന്നലെ ഷാങ്ഹായിൽ എന്താണ് ഇന്ത്യയുടെ അടുത്ത നീക്കം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത മോദി വരുത്തിയിരുന്നു. കാരണം നമ്മൾ നിതാന്ത ശത്രുക്കളെന്ന് പലപ്പോഴും പറഞ്ഞിരുന്ന ചൈനയുമായും മറ്റുമുള്ള ഒരു അനുരഞ്ജനത്തിലുള്ള ശ്രമങ്ങൾ
ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച, അവിടെ പുടിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഈ 3 ലോക നേതാക്കളും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ആലിംഗനം ചെയ്യുകയും പരസ്പരം ഹസ്തദാനം നടത്തുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാകുന്നു. അത് മാത്രമല്ല, ഇന്ത്യ-US ബന്ധം വഷളാക്കിയതിന് അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആര്യ. കാരണം ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ തീരുമാനത്തെ അതിനെ ഡെമോക്രാറ്റുകളുടെ വലിയ വിമർശനം, US വിദേശകാര്യ കമ്മിറ്റിയിൽ, വിദേശ ഹൗസ് കമ്മിറ്റിയിൽ ഡെമോക്രാറ്റുകൾ വലിയ തോതിൽ വിമർശിക്കുകയും US കോടതി തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലമൊക്കെ വലിയ തോതിലുള്ള വിമർശനം അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഇന്ത്യ-US ബന്ധത്തെ വഷളാക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന ചോദ്യം അമേരിക്കയിൽ ഉയരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും നിലപാട് മാറ്റാതെ ഇന്ത്യക്കെതിരെ വിമർശനം തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ട്രംപ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനം, നേരത്തെ താരിഫ് കുറയ്ക്കാം, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കുറയ്ക്കാം എന്ന് ഇന്ത്യ സമ്മതിച്ചിരുന്നു. അത് ഉടൻ നടപ്പിലാക്കാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു എന്നും ട്രംപ് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അത് വൈകി എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ റഷ്യൻ എണ്ണ അത് ഇറക്കുമതി മാത്രമല്ല തനിക്ക് ഇന്ത്യയോടുള്ള വൈരാഗ്യത്തിന് കാരണം എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ് അവർ എവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങേണ്ടതെന്നും ഒക്കെയുള്ളത്. അവിടെ ട്രംപ് ഇടപെടുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് ഇത് മാത്രമല്ല പ്രശ്നം എന്നുള്ളതും വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യ നീട്ടിക്കൊണ്ടു പോകുന്ന പശ്ചാത്തലമൊക്കെ എന്തിനൊരുക്കി എന്നുള്ള ചോദ്യം ഉണ്ടാക്കിയത്. അങ്ങനെ വന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ചേർത്ത് വെച്ചാണ് ഇന്ത്യക്ക് മേൽ അധിക താരിഫ് ചുമത്തിയത് എന്നൊക്കെ ന്യായീകരണം ട്രംപിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും മോദിയോ ഇന്ത്യയോ ശ്രദ്ധിക്കാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതുവരെ നമുക്കറിയാം ഇത്ര വലിയ വിമർശനങ്ങൾ തുടർച്ചയായി ട്രംപ് നമുക്കെതിരെ നടത്തിയിട്ടും താരിഫുമായി ബന്ധപ്പെട്ട് വലിയ യുദ്ധം നമ്മുടെ വ്യാപാര മേഖലയിലൊക്കെ ഇപ്പോൾ ചെമ്മീൻ കയറ്റുമതി, വസ്ത്ര വ്യാപാര മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുന്ന സംശയമില്ല. പക്ഷെ അപ്പോഴും വളരെ സമയത്തോടുള്ള പ്രതികരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ചില യോഗങ്ങളിൽ ഒക്കെ ട്രംപിനെ വിമർശിക്കുന്നു എന്നതിനപ്പുറം ലോകവേദിയിലെത്തുമ്പോൾ, കഴിഞ്ഞ ദിവസം ഷാങ്ഹായിലെ വേദിയിലൊക്കെ ട്രംപിനെയോ അമേരിക്കയോ വിമർശിക്കാതിരിക്കാൻ മോദി കാണിച്ച ഒരു നയചാരുതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ 3 ലോക നേതാക്കൾ ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും ഒപ്പം പുടിനും ഒരുമിച്ച് ചേർന്നുള്ള ദൃശ്യങ്ങൾ ട്രംപിനെ വിരളി പിടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നത്. ചൈനയ്ക്ക് സമാനമായ പിഴ ഈടാക്കുന്നില്ല. റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ ഒരാളായ ചൈനയ്ക്ക് സമാനമായ പിഴ ഈടാക്കുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ട്രംപുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആര്യ. അങ്ങനെ ഈ ട്രംപ് പറഞ്ഞൊരു കാര്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് വൻതോതിൽ സാധനങ്ങൾ വിൽക്കുന്നു. അതായത് അവരുടെ ഏറ്റവും വലിയ ക്ലയന്റ് അമേരിക്കയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ വ്യാപാരത്തിന് 40% മുകളിൽ അമേരിക്കയിലേക്കാണെന്ന് ഒരു സംശയമില്ല. ആ തരത്തിൽ ക്ലയന്റ് അമേരിക്കയാണ് എങ്കിൽ പോലും തങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു കോംപ്രമൈസിനും ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും ഏകപക്ഷീയമായ ബന്ധമാണ് എന്ന പ്രയോഗം കൂടി ട്രംപ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണ്, പക്ഷേ അത് ഏകപക്ഷീയമായ ദുരന്തമാണ് എന്നും ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇന്ത്യയുമായുള്ള അനുരഞ്ജനത്തിലുള്ള എല്ലാ വാതിലുകളും താൻ അടച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമായ സൂചന കൂടി ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് നൽകുന്നുണ്ട് ആര്യ. രഞ്ജിത, ഇതിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തങ്ങളൊരു സ്വേച്ഛാധിപത്യ ശക്തിയാണ്. തങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് തീരുമാനമെടുത്താലും അത് മറ്റ് ലോകരാജ്യങ്ങളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന തരത്തിലാണ് പലപ്പോഴും ട്രംപിൻ്റെ നീക്കങ്ങളും തീരുമാനങ്ങളും ഭീഷണികളും എല്ലാം വന്നിട്ടുള്ളത്. ഈ താരിഫ് വിഷയത്തിലും ഇതേപോലെ തന്നെയുള്ള പ്രതികരണം മറ്റ് ലോകരാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു. അവിടെയാണ് ഇന്ത്യ തങ്ങൾ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം ചേർന്ന് ഒരു പുതിയ ലോകശക്തിയായി മാറാൻ സാധിക്കുമോ എന്നുള്ള സാധ്യതകൾ തേടുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. മാത്രമല്ല, ഇപ്പോൾ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ ഈ താരിഫ് ഇരട്ടിയാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം നേരിടുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല, ഫെഡറൽ കോടതിയും അതിരൂക്ഷമായി തന്നെ ട്രംപിനെ വിമർശിച്ച ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ താൻ വിചാരിച്ചതിനപ്പുറം കാര്യങ്ങൾ കടന്നു പോകുന്നതിൽ പൂർണ്ണമായ അതൃപ്തി ട്രംപിനുണ്ട്. ഇതിനപ്പുറം ട്രംപിന് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതുകൂടി ബോധ്യപ്പെടുന്ന തരത്തിലല്ലേ ചർച്ചകൾ നടക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോകരാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ചർച്ചകളല്ലേ പുരോഗമിക്കുന്നത്? അത് വളരെ പ്രധാനമാണ് ആര്യ. കാരണം നമുക്കറിയാം ഇത്ര വലിയ പ്രശ്നങ്ങൾ, നമ്മുടെ വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യബന്ധന മേഖല ആയാലും
വസ്ത്ര കയറ്റുമതി മേഖലയായാലും ഒക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. പല സാധനങ്ങളും തിരുപ്പൂരിലും മറ്റും കെട്ടിക്കിടക്കുന്നു, ചെമ്മീൻ കമ്പനികൾ വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തെ എത്ര കാര്യമായാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, നയതന്ത്രപരമായാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ അനുരഞ്ജനത്തിൻ്റെ ഒരു പാത ട്രംപിന് മുന്നിൽ തുറന്നിടുന്നുണ്ട്. അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ വിപണിയാണ്, സംശയമില്ല. പക്ഷേ തിരിച്ചും ഒരുപാട് സഹായങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആയുധം കച്ചവട കാര്യത്തിൽ ആയുധവുമായി ബന്ധപ്പെട്ടൊക്കെ ആയാലും നമ്മൾ നിരവധി കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അമേരിക്കയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുടെ രീതിയിലാണ് കാര്യങ്ങൾ പതിറ്റാണ്ടുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഏകപക്ഷീയമാണ് കാര്യങ്ങൾ എന്നുള്ള ട്രംപിൻ്റെ വിഡ്ഢിത്തമായ നിലപാടുകൾ പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം, കിറുക്കൻ ട്രംപ് എന്ന് ലോകരാജ്യങ്ങളിലെ പല നേതാക്കളും വിശേഷിപ്പിക്കപ്പെട്ട നേതാവ് കൂടിയാണ്. ഒരു സമയത്ത് ഒരു നിലപാട് പറയും, നാളെ അത് മാറ്റി പറയും. ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലും അത് അവസാനിപ്പിക്കുന്നതിലും ഒന്നും യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാത്ത ഒരു നേതാവ്. പലപ്പോഴും കാര്യങ്ങൾ തൻ്റെ വരുതിക്ക് വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും. ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക താനാണെന്ന വീരവാദങ്ങൾ ഉന്നയിക്കും. ഒപ്പം ലോക നേതാവായി ചമയാനുള്ള ശ്രമങ്ങൾ നടത്തും. നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ ഉന്നയിക്കും. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് ട്രംപ് എന്നുള്ളതാണ്. അവിടെയാണ് ഇയാളെ കൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം പൊറുതിമുട്ടിയ ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ചൈന ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യമാണ്. ചൈനയ്ക്ക് ചുമത്താത്ത നികുതി എന്തുകൊണ്ട് ഇന്ത്യക്ക് എന്നുള്ളതാണ്. അത് പല കാരണങ്ങളുണ്ടാവാം. അതിപ്പോൾ റഷ്യൻ എണ്ണയുടെ മാത്രമല്ല, നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ ശുപാർശ ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു, അദ്ദേഹം വിസമ്മതിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. കൂടാതെ 4 തവണ ട്രംപ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പ്രതിരോധം എങ്ങനെ തീർക്കാം എന്നുള്ളത് ഇന്ത്യയെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. നമ്മൾ ആഭ്യന്തരമായി ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും മറ്റ് പലതരത്തിലുള്ള നീക്കങ്ങളിലൂടെ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അവിടെയാണ് 40ഓളം സ്ഥലങ്ങളിൽ വിപണികൾ കണ്ടെത്തി നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ചൈനയുമായുള്ള ചർച്ചയിലൊക്കെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട് എങ്കിൽ പോലും വിപണി കൂട്ടാൻ വലിയ തോതിൽ അത് സാധ്യമാകുമെന്ന സംശയമില്ല. അതിർത്തി ഇറക്കമടക്കമുള്ള വിഷയങ്ങളിൽ തൽക്കാലത്തേക്ക് കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയ സാഹചര്യം വളരെ വലുതാണ്. ഇന്ത്യ ചൈന ഭായ് എന്ന ബന്ധം വർഷങ്ങൾക്ക് മുൻപ് ഒരു ചേരിചേര നയത്തിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. അത് അടുത്ത സമയത്തായി വഷളായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അത് ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് വലിയ ശക്തി സൃഷ്ടിക്കുമെന്ന സംശയമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചൈന നമ്മുടെ തൊട്ട അയൽ രാജ്യമാണ്. പാകിസ്ഥാൻ്റെ ഭീഷണിയുണ്ട്, പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്ന രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ അല്ലെങ്കിൽ മോദി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാജ്യമായി ചൈന മാറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ അത് വലിയ തോതിൽ നമുക്ക് പുരോഗതി ഉണ്ടാക്കുന്ന കാര്യം സംശയമില്ല. ഒപ്പം റഷ്യൻ എണ്ണ, നമുക്കറിയാം റഷ്യയുടെ എണ്ണ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് നമ്മൾ വാങ്ങുന്നുണ്ട്, എണ്ണ വാങ്ങുന്നത് കൂട്ടുന്നുണ്ട്. ഈ എണ്ണ ഇവിടെ പ്രോസസ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നമ്മൾ നേടുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങളിൽ ഇന്ത്യ വലിയ വിജയം കൊയ്യുന്ന പശ്ചാത്തലം കൂടി ട്രംപിനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ പുതിയ വാക്കുകളിൽ നിന്നും മറ്റും പുറത്തു വരുന്നത്. പക്ഷേ അതിനെയും നമ്മൾ പ്രതികരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ തരത്തിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള ട്രംപിൻ്റെയും അമേരിക്കയുടെ നീക്കം. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഇതിനപ്പുറം ട്രംപിനൊന്നും ചെയ്യാനില്ല. ഇത്ര വലിയ തീരുവ ചുമത്തുന്നു, നമ്മളെ വല്ലാതെ പ്രതിസന്ധിയാക്കുന്നു, അവിടെ നിൽക്കണം. അതിനപ്പുറത്തേക്ക് ട്രംപ് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം കൂടി ലോകരാജ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഷാങ്ഹായിലൊക്കെ ഇന്ത്യയെ പിന്തുണച്ച് വന്ന രാജ്യങ്ങളുടെ വലിയൊരു ലിസ്റ്റുണ്ട് എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ ലോക രാഷ്ട്രങ്ങൾക്കൊക്കെ ശല്യക്കാരനായ ഒരു പ്രസിഡന്റായി ട്രംപ് മാറുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നുണ്ട്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. 2000-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രദേശത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ദുരന്തത്തെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹം സഹായിക്കണമെന്ന് താലിബാൻ അഭ്യർത്ഥിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാന് 1000 ടെന്റുകളും 15 ടൺ ഭക്ഷണ സാമഗ്രികളും നൽകി. സുവി വിശ്വനാഥൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. സുവി, അതിദയനീയമാണ് അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? ആര്യ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോഴും മരണസംഖ്യ ഉയരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. BBC-യുടെ കണക്കനുസരിച്ച് 800-ലധികം പേർ ഇപ്പോൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. അതിൽ കൂടുതൽ പേർ മരണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നു. ഏതായാലും 1000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായാണ് കണക്കുകൾ പുറത്തു വരുന്നത്. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വീടിന്റെ മേൽക്കൂര തകർന്നു വീണതുകൊണ്ടാണ് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലേക്കും ഇപ്പോഴും രക്ഷാപ്രവർത്തനം എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. കനത്ത മഴയും മറ്റും വലിയ പ്രതിസന്ധികളാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിബന്ധങ്ങൾ ഈ മേഖലകളിൽ അനുഭവപ്പെടുന്നു. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് കിഴക്കൻ അഫ്ഗാനിസ്ഥാൻ ഉള്ളത്. കുനാർ, നങ്കർഹാർ പ്രവിശ്യകളിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത്. ഇവിടെ കുനാർ പ്രവിശ്യകളിലും നങ്കർഹാർ പ്രവിശ്യകളിലും നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നങ്കർഹാർ പ്രവിശ്യയ്ക്ക് സമീപം ജലാലാബാദിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയാണ് ഈ ഭൂചലനത്തിന്റെ ഒരു പ്രഭവസ്ഥാനം ഉണ്ടായിരിക്കുന്നത്. 8 കിലോമീറ്റർ ആഴത്തിൽ വരെ ഭൂചലനം ഉണ്ടായി എന്നാണ് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും കനത്ത ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉയരുന്നത്. അതേസമയം അന്താരാഷ്ട്ര സമൂഹം ഈ അഫ്ഗാനിസ്ഥാനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താലിബാൻ ഭരണകൂടം രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഇവർക്ക് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 1000 ടെന്റുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ട്. 15 ടണ്ണോളം ഭക്ഷ്യവിഭവങ്ങളും ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുണ്ട്. ആര്യ. യെസ്, സുവി വിശ്വനാഥനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രതിഷേധ കടൽ തീർത്ത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് പട്നയിൽ സമാപനം. പ്രസംഗത്തിൽ വോട്ട് കൊള്ളയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടേക്കുമെന്ന സൂചന നൽകി രാഹുൽ ഗാന്ധി. ഇപ്പോൾ പുറത്തു വന്നത് ആറ്റം ബോംബാണെങ്കിൽ ഹൈഡ്രജൻ ബോംബ് തയ്യാറാണെന്നാണ് മുന്നറിയിപ്പ്. ER രാഗേഷാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യവും കരുത്തുമൊക്കെ കണ്ട ദിവസങ്ങളാണ് കടന്നുപോയത്. കൂടുതൽ തുറന്ന പോരിലേക്ക്, ശക്തമായ പോരിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നു കേന്ദ്ര സർക്കാരിനെതിരെ എന്ന മുന്നറിയിപ്പ് കൂടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വരാനിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബാണ് എന്നതാണ് മുന്നറിയിപ്പ്, അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. അതെ, ഒരു മുന്നറിയിപ്പ് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും നൽകുന്നത്. കാരണം നിലവിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഒപ്പം തന്നെ ചില വെളിപ്പെടുത്തലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചത് അധികാരത്തിൽ വന്ന അട്ടിമറിയിലൂടെയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പലപ്പോഴായി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. അതിനുശേഷം ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ആ വാദം, ആ ആരോപണം രാഹുൽ ഗാന്ധി കൂടുതൽ ശക്തമാക്കി. അതിനുശേഷമാണ് തെളിവുകൾ നിർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തുകയും ചെയ്തത്. ഈ യാത്ര 16 ദിവസമാണ് ബീഹാറിലൂടെ കടന്നുപോയത്. ഏതാണ്ട് 25 ജില്ലകൾ അത് കടന്നു പോവുകയും ചെയ്തു. ഇതിലുടനീളം രാഹുൽ ഗാന്ധി കമ്മീഷനെതിരെയും ഒപ്പം തന്നെ സർക്കാരിനെതിരെയും തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്. കാരണം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 2014 മുതൽ ഇത്തരത്തിൽ വോട്ട് കൊള്ള നടക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏതായാലും വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ബോംബാണെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്തോ ചില കാര്യങ്ങൾ കൂടി ഇനി രാഹുൽ ഗാന്ധിക്ക് വെളിപ്പെടുത്താനുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഏതായാലും ഈ യാത്ര വലിയ വിജയമാണ് എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നത്. കാരണം തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ. ഈ മാസം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും. ഒക്ടോബർ അവസാനത്തോടുകൂടി നവംബർ ആദ്യവുമായി വിവിധ ഘട്ടങ്ങളിലായി ബീഹാറിൽ വോട്ടെടുപ്പും നടക്കും. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഒരു കെട്ടുറപ്പുണ്ടാക്കാൻ ഈ യാത്ര കഴിഞ്ഞു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ 2005 മുതലുള്ള ബീഹാറിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബീഹാറിൻ്റെ ഭരണം. അത് ഭൂരിഭാഗം സമയങ്ങളിലും NDAക്കൊപ്പമായിരുന്നു അദ്ദേഹം. പിന്നീട് ചില കാലങ്ങളിൽ മാത്രം മഹാസഖ്യത്തിനൊപ്പം, ഇന്ത്യ സഖ്യത്തിനൊപ്പം നിതീഷ് കുമാർ നിന്നിട്ടുണ്ടെങ്കിൽ പോലും നിതീഷിൻ്റെ കൈകളിലാണ് ബീഹാർ. അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇത്തവണ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ മഹാസഖ്യത്തെ സംബന്ധിച്ച് നേരിയ സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടത്. BJP JDU സഖ്യം 125 സീറ്റ് നേടുമ്പോൾ അന്ന് 110 സീറ്റ് നേടാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രകടനം ഒറ്റയ്ക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മോശം പ്രകടനമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് 70 സീറ്റുകൾ മത്സരിച്ചു, 19 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. ബാക്കി മറ്റ് ആ മുന്നണിയിലുള്ള എല്ലാ കക്ഷികളും RJD മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇടത് പാർട്ടികളൊക്കെ തന്നെ ഭേദപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടനം മോശമായിരുന്നു. അതാണ് അന്ന്
ഒരു തിരിച്ചടി ഉണ്ടാക്കിയത്. ഏതായാലും ഇത്തവണ പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അവിടെ എത്തുകയും രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പിന്നീട് ഇന്ത്യ സഖ്യം ഒന്നാകെ ഭാഗമാവുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് സ്ത്രീകളെ ഒപ്പം തന്നെ യുവാക്കളെ ഒക്കെ തന്നെ പാർട്ടിയിലേക്ക് ബീഹാറിൽ ആകർഷിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഹൈക്കമാൻഡിൻ്റെ ഒക്കെ തന്നെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ യാത്രയിലെ കണ്ടൊരു കെട്ടുറപ്പ് സീറ്റ് നിർണയ ചർച്ചയിലും തുടർന്നുള്ള പ്രചാരണത്തിലും ഉണ്ടായാൽ അധികാരം പിടിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. അതെ, റിയാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ടർ അധികാർ യാത്ര ഈ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ആ ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ പ്രകടമാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നതോടുകൂടി പ്രധാനമന്ത്രിക്ക് പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ്. പക്ഷേ ഇത്രത്തോളം ആത്മവിശ്വാസത്തോടുകൂടി പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് ഏത് തരത്തിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്? സ്വാഭാവികമായും നേരത്തെയൊക്കെ ഉള്ളതുപോലെ എത്ര വലിയ ഭീഷണി മുഴക്കിയാലും മുന്നറിയിപ്പ് നൽകിയാലും പ്രതികരണങ്ങൾ ഉണ്ടായാലും പരിഹാസപൂർവ്വം അത് തള്ളിക്കളയുന്ന ഒരു രീതി തന്നെയാണോ ഈ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്? എങ്ങനെ പ്രതികരിക്കുന്നു BJP നേതാക്കൾ? അതെ, അത്തരമൊരു സമീപനം തന്നെയാണ് BJP നേതാക്കളുടെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ BJP പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. കാരണം ഇന്നലെ ഈ യാത്ര നടക്കുന്ന ഘട്ടത്തിൽ തന്നെ BJP നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി. രവിശങ്കർ പ്രസാദ് അടക്കമുള്ള ദേശീയ നേതൃത്വത്തിൽ തന്നെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ, മുൻ വക്താവ് കൂടിയാണ്, മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വാദങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് BJP. കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്നാണ് BJP മറുപടി ഇതിന് പറയുന്നത്. കാരണം 2014 തൊട്ട് വോട്ട് മോഷണമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. 2024 വിജയം അതുകൊണ്ട് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, അത് BJPക്കും ഒപ്പം തന്നെ നരേന്ദ്രമോദിക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് BJP. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ അട്ടിമറി നടന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ തന്നെ അല്ല കാര്യങ്ങളെന്ന ആവർത്തിച്ചുള്ള, അതായത് പതിവ് മറുപടി ഈ ഘട്ടത്തിലും BJP ആവർത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. കാരണം ബീഹാർ എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ അധികാരം നിലനിർത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലായിരുന്നു. ഇപ്പോൾ പല നേതാക്കളും പറയുന്നുണ്ട്, ഇന്ത്യ സഖ്യത്തിൽ തന്നെ പല നേതാക്കളും ഈ ഘട്ടത്തിലും പറയുന്നുണ്ട്, നിതീഷ് കുമാർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരുന്നെങ്കിൽ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം മറിച്ചായനെന്ന പ്രതികരണം പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നിതീഷിനെ വീണ്ടും തിരിച്ചെത്തുന്ന നടപടിയിലേക്ക് BJP എത്തിയത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരണ രീതി, പ്രചാരണ ശൈലിയൊക്കെ തന്നെ BJP ഗൗരവത്തോടെ വീക്ഷിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അധികാരം നിലനിർത്തുക എന്നത് BJPയെ സംബന്ധിച്ചും JDUവിനെ സംബന്ധിച്ചും ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. ആര്യ. യെസ്, തീർച്ചയായും. രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തുടരുക, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയുണ്ട്. ഡൽഹിയിലും ഗുരുഗ്രാം അടക്കം ദേശീയ തലസ്ഥാന മേഖലകളിലും കനത്ത മഴയാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഗുരുഗ്രാമിൽ 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഗതാഗത തടസ്സം രൂപപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എത്ര വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത്തരത്തിൽ വണ്ടികൾ അനങ്ങാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയത്. രാഗേഷിലേക്ക് നമുക്ക് പോകാം. എത്രത്തോളം ദുരിതപൂർണമാണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്നും പക്ഷേ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ്, അല്ലേ? ആര്യ, കഴിഞ്ഞ 2 ആഴ്ചയായി കനത്ത മഴയാണ് ഉത്തരേന്ത്യയിൽ. കാരണം ആദ്യം ജമ്മു കശ്മീരിലാണ് പ്രളയമുണ്ടാകുന്നത്. അവിടെ കനത്ത മഴയുണ്ടായി, മേഘവിസ്ഫോടനമുണ്ടായി. അതിനുശേഷം പഞ്ചാബിൽ ഇപ്പോൾ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. അവിടെ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഒപ്പം തന്നെ ഗുരുദാസ്പൂർ അടക്കമുള്ള മേഖലകളെല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും. ഇന്നലെ പക്ഷേ ഡൽഹിയിലും കനത്ത മഴ അനുഭവപ്പെട്ടു. അതിന് സമീപ പ്രദേശമായ ദേശീയ തലസ്ഥാന മേഖലയായ ഗുരുഗ്രാമിലും കനത്ത മഴയാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് ഈ വെള്ളക്കെട്ടുണ്ടായത്. സാധാരണഗതിയിൽ ഡൽഹിയിലൊക്കെ തന്നെ ഒരു ചെറിയ മഴയുണ്ടായാൽ പോലും വെള്ളം കെട്ടുണ്ടാകുന്നത് പതിവാണ്.
പലപ്പോഴും ഗതാഗത തടസ്സമുണ്ടാവാറുണ്ട്. ഇതെല്ലാം നമ്മൾ വാർത്തയിൽ കാണാറുണ്ട്. പക്ഷേ ഗുരുഗ്രാമിൽ ഇന്നലെ സംഭവിച്ചത് അതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ തന്നെ രൂക്ഷമായ കാര്യമായിരുന്നു. നമ്മളിപ്പോൾ കണ്ട ദൃശ്യം അത് ഗുരുഗ്രാമിൽ നിന്നുള്ളതാണ്. ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തിലാണ് വാഹനങ്ങൾ ഗതാഗത തടസ്സമുണ്ടായത്. ആ തടസ്സം നീങ്ങാൻ പിന്നീട് ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമായും അത്രമേൽ വലിയൊരു ഗതാഗത തടസ്സം ഗുരുഗ്രാമിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കനത്ത മഴ അവിടെ പെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഈ മഴ ഇന്നും ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പുണ്ട്, പ്രത്യേകിച്ച് ഹരിയാനയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ പലയിടങ്ങളിലും ഇന്ന് റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഗുരുഗ്രാമിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഫീസുകൾ പരമാവധി ഒഴിവാക്കി വീടുകളിൽ നിന്ന് ജോലി ചെയ്യണമെന്ന നിർദ്ദേശമടക്കം തന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മഴ തുടരുകയാണ് ഉത്തരേന്ത്യയിൽ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിലാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം നിലവിലുള്ളത്. ഗുരുദാസ്പൂരിലും പട്ടാൻകോട്ടിലും പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മഴയാണിപ്പോൾ പഞ്ചാബിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 30-ലധികം പേർ അവിടെ മരിച്ചിരിക്കുന്നു. കൃഷി സ്ഥലത്തൊക്കെ തന്നെ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹരിയാനയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗുരുഗ്രാമിലുണ്ടായിരിക്കുന്ന ഈ വെള്ളക്കെട്ട്, ഗതാഗത തടസ്സമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദം ആയിരിക്കുകയാണ്. കാരണം അവിടെ ഹരിയാന ഭരിക്കുന്നത് BJP ആണ്, MP BJP ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രൺദീപ് സുർജേവാല കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, അദ്ദേഹം തന്നെയാണ് കടുത്ത വിമർശനവുമായി കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ട്രിപ്പിൾ എഞ്ചിൻ മോഡൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രതികരണം രൺദീപ് സുർജേവാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, മുഖ്യമന്ത്രി നായബ് സൈനി എപ്പോഴും ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്ന പ്രതികരണം, പരിഹാസം കൂടി ഇപ്പോൾ സുർജേവാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദുരിതപൂർണമായ സാഹചര്യം എത്രത്തോളമാണ് എന്നുള്ളത് ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പരാതിക്കാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇരകളെ നേരിൽ കണ്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് സാധ്യത. പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറിമറിയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിൽ പൂർണ്ണമായും കളം മാറ്റിക്കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിനും ഇളക്കം തട്ടിയത്. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയും. മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് 4 വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനമുറപ്പിച്ചിരുന്ന VD ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, MM ഹസൻ, KC ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ VD സതീശനുണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയാണ് നിലവിൽ. M വിൻസെന്റ് MLA ആണ് VD സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. അതേസമയം K സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം KC പക്ഷവും സജീവമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ തുടങ്ങിയവർക്ക് പുറമെ ചാണ്ടിയുമ്മൻ, മാത്യു കുഴൽനാടൻ, T സിദ്ദിഖ്, റോജി M ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ KC വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. K മുരളീധരനാകട്ടെ ഗ്രൂപ്പ് നേതാക്കളോട് സമദൂര നിലപാടിലും. കോൺഗ്രസ് കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിവാദം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ പുതിയ ശാക്തിക ചേരികളുടെ ബലാബലത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.
ഡാൻകുര്യൻ തയ്യാറാക്കിയ ന്യൂസ് 18 എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്താൻ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒരുങ്ങുന്നെന്ന് സൂചന. ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രസ്താവന നിലപാട് മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായി. സ്ത്രീ പ്രവേശനം ആകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂല നിലപാടാണ് നേരത്തെ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചത്. പുതിയ സാഹചര്യങ്ങളിൽ ഇതിൽ മാറ്റം വരുത്താൻ സർക്കാരും തയ്യാറായേക്കും. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്നും സർക്കാരും CPM-ഉം വിലയിരുത്തുന്നു. കേരള സർവകലാശാല VC-യും സിൻഡിക്കേറ്റ് ഇടത് അംഗങ്ങളും തമ്മിൽ പോര് തുടരുന്നതിനിടെ കേരള സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം വിളിക്കാൻ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ നോട്ടീസ് നൽകിയത് നിയമവിരുദ്ധമെന്നാണ് ഇടത് അംഗങ്ങൾ ആരോപിക്കുന്നത്. തർക്കങ്ങൾക്കിടെ 100 കോടിയുടെ PM ഉഷ ഫണ്ട് ലാപ്സ് ആകുമെന്ന് ആശങ്ക. മാർച്ചിൽ പൂർത്തിയാകേണ്ട പദ്ധതിയാണ് സ്തംഭനാവസ്ഥയിലുള്ളത്. PhD അംഗീകാരം, ഗവേഷക ഫെലോഷിപ്പുകൾ തുടങ്ങിയ അക്കാദമിക് വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതടക്കം സിൻഡിക്കേറ്റ് പരിഗണിക്കും. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റും ഇന്ന് ചേരും. 25 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത സൈബർ പോലീസ്. എറണാകുളം കടവന്ത്ര സ്വദേശിയാണ് തട്ടിപ്പിന് ഇരയാക്കിയത്. കടവന്ത്ര സ്വദേശി നിമേഷ് കഴിഞ്ഞ ദിവസമാണ് പോലീസിനെ സമീപിച്ചത്. 15 തവണയായി ആയിരുന്നു ഈ തട്ടിപ്പ്. സമീപകാലത്ത് നമ്മൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിൽ നിന്നാണ്. വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ മണിക്കൂറുകൾ കൊണ്ട് കോടികളാണ് സൈബർ മാഫിയകൾ തട്ടിയെടുക്കുന്നത്. പോലീസും ബാങ്ക് അധികൃതരുമൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെങ്കിലും തട്ടിപ്പിന് ഇരകളാകുന്നവരുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. രാജ്യത്ത് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം തുക തട്ടിയെടുത്ത കേസും കേരളത്തിലാണെന്നത് വിഷയത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൊച്ചി സ്വദേശിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 25 കോടി രൂപയാണ് തട്ടിയെടുത്തത്. കേരളത്തിൽ പലയിടത്തും ഓഫീസുള്ള കൊച്ചി സ്വദേശിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയ്ക്കാണ് ഓൺലൈൻ ഇടപാട് വഴി 25 കോടി രൂപ നഷ്ടമായത്. രാജ്യത്ത് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും വലിയ തുക തട്ടിയെടുത്ത കേസാണിതെന്നാണ് വിവരം. വ്യാജ ട്രേഡിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ച് 4 മാസം കൊണ്ടാണ് പണം തട്ടിയെടുത്തത്. വർഷങ്ങളായി ട്രേഡിംഗ് നടത്തി പരിചയമുള്ളയാളാണ് പരാതിക്കാരൻ. 2 വർഷം മുൻപാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആദ്യം നിക്ഷേപിച്ച തുകയ്ക്ക് ഇരട്ടി ലാഭം കാണിച്ചുകൊണ്ട് തട്ടിപ്പുകാർ വിശ്വാസം നേടി. പിന്നീട് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വ്യാജ ആപ്പാണെന്ന് തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 1 മാസമായി പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഓരോ കാരണം പറഞ്ഞ് തീയതി നീട്ടി നൽകിയതോടെ സംശയം വർദ്ധിച്ചു. ഒടുവിൽ തട്ടിപ്പ് ബോധ്യമായതോടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്നാണ് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വിദേശിയാണ് ഈ ട്രേഡിംഗ് ആപ്പ് നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണം ഏതെങ്കിലും അക്കൗണ്ടിൽ എത്തുന്നത് തടയാനുള്ള നടപടികൾ ആരംഭിച്ചതായി സൈബർ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഭൂമി തരം മാറ്റ വിവാദങ്ങൾക്കിടെ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുസ്ലിം ലീഗ് തുടക്കമിട്ടു. മേപ്പാടിയിലെ പദ്ധതി പ്രദേശത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റെടുത്ത ഭൂമിയെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളെല്ലാം മറികടന്നാണ് ഭവന നിർമ്മാണവുമായി മുസ്ലിം ലീഗ് മുന്നോട്ടു പോകുന്നത്. മേപ്പാടി മുട്ടിൽ റോഡിൽ വെള്ളത്തൊട്ടിലെ പദ്ധതി പ്രദേശത്ത് ആദ്യ വീടിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടക്കമിട്ടു. സർക്കാരിനും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഇത്തരം ഭൂമിയിൽ നിർമ്മാണം നടത്താമെങ്കിൽ ലീഗിന് എന്തുകൊണ്ടായിക്കൂടെന്ന് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. ഞങ്ങളുടെ അത്ര നല്ല ഭൂമി ഒരു പക്ഷേ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഈ റോഡ് സൈഡിൽ ഇത്ര നല്ല ഭൂമി അത് ഏറ്റവും സൂപ്പറാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും.
ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഫണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടി വരും. ഫണ്ട് കുറച്ചും കൂടി അത് ഞങ്ങൾ കണ്ടെത്തും, പാർട്ടി അത് ചെയ്യും. പക്ഷേ അതേ തങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി. അതാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടാവും. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസത്തോടു കൂടി. ഞാനതാ പറഞ്ഞു, ഈ തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമിയിൽ. എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഭൂമി തരം മാറ്റിയെന്ന കണ്ടെത്തലിൽ സംസ്ഥാന ലാൻഡ് ബോർഡ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. 11.2 ഏക്കറിൽ 105 വീടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത്. 8 സെന്റിൽ നിർമ്മിക്കുന്ന 1000 സ്ക്വയർ ഫീറ്റ് വീടുകൾ 8 മാസത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. വീണ്ടും സ്വാഗതം. രാവിലെയിലേക്ക് വാർത്തകൾ തുടരുകയാണ്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. ഡൽഹി ഹൈക്കോടതിയാണ് വിധി പറയുക. മറ്റ് 8 പേരുടെ ജാമ്യാപേക്ഷയിലും വിധി പറയും. കലാപത്തിൽ ഗൂഢാലോചന ആരോപിച്ചാണ് 2020 സെപ്റ്റംബറിൽ ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ ഗൂഢാലോചന, കലാപം, നിയമവിരുദ്ധമായ സംഘം ചേരൽ, UAPA തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിനി പോകുന്നത് ഓണവിശേഷങ്ങളിലേക്കാണ്. ഇന്ന് മൂലം ദിനം. ന്യൂസ് 18 ഓണപ്പാട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇതാ ഇപ്പോൾ ഗായകൻ MG ശ്രീകുമാറിനൊപ്പം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പാടിയ ഓണപ്പാട്ട് ശ്രദ്ധേയമാവുകയാണ്. ഓണക്കൈനീട്ടം എന്ന പേരിലാണ് ഈ പാട്ട്. 7 വയസ്സുകാരി മുതൽ 70കാരൻ വരെ ഈ ഓണപ്പാട്ടിന് ശബ്ദം നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. MG ശ്രീകുമാറിനൊപ്പം MG മ്യൂസിക് അക്കാദമിയിലെ കുട്ടികളും ചേർന്നാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. അന്നത്തെ മുത്തശ്ശിക്കും ഇന്നത്തെ വല്യേട്ടനും, അന്നത്തെ മുത്തശ്ശനും ഇന്നത്തെ കുഞ്ഞുട്ടിക്കും വന്നേ പൊന്നോണം, ഈ പൊന്നിലെ നാട്ടിൻ തിരുവോണം. പൊന്നോണം വന്നേ, തിരുവോണം വന്നേ, നല്ലോണം വന്നേ, പൊന്നോണം വന്നേ. ഉമേഷ് കുമാർ ഗാനരചനയും സംഗീതവും നിർവഹിച്ചതാണ് ഗാനം. നല്ലോണം വന്നേ, പൊന്നോണം വന്നേ. സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ ലാൽ അഴകമാണ് സംവിധാനം. 7 വയസ്സുകാരി അയന മുതൽ 70കാരനായ സുകുമാരക്കുറുപ്പ് വരെ പാടിയിട്ടുണ്ടെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. 7 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾ ഇതിനകത്ത് ഭാഗമായി. അവരുടെ വലിയൊരു പ്രയത്നം ഇതിനകത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ആയിട്ട് ഉള്ള നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഹെഡായിട്ടുള്ള ഐശ്വര്യ, അങ്ങനെ നിരവധി ആളുകളുടെ ഒരു വലിയ സപ്പോർട്ട് ഈ പ്രോജക്റ്റിനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ദൈവം സഹായിച്ച് ജനങ്ങൾ ഏറ്റെടുത്തു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഈ മ്യൂസിക് അക്കാദമിക്കും അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം ഇനി ഉത്തരോത്തരം ഉയരങ്ങളിലെത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. MG ശ്രീകുമാർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്ത ഓണക്കൈനീട്ടം മണിക്കൂറുകൾക്കകം തന്നെ മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
തൊഴിലിന് താൽക്കാലിക അവധി കൊടുത്ത് പച്ചക്കറി കൃഷിക്കാരനായ രാജേഷ് ഇപ്പോൾ പഞ്ചായത്തിലെ തന്നെ മികച്ച കർഷകൻ എന്ന നേട്ടത്തിലാണ്. ഓണക്കാലമായതോടെ രാജേഷിന്റെ കൃഷിയിടം തേടി ഒരുപാട് ആളുകളാണ് എത്തുന്നത്. അധ്വാനം കൊണ്ട് മണ്ണിൽ പൊന്നു വിളയിച്ച ജൈവ കർഷകൻ രാജേഷ് ഏറെക്കാലത്ത് അധ്വാനം ഫലം കണ്ട സന്തോഷത്തിലാണ്. പൂതക്കുളം പഞ്ചായത്തിലെ 5.5 ഏക്കറിൽ ഇന്ന് പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പച്ചക്കറികളിലെ കീടനിയന്ത്രണത്തിന് നട്ട ചെണ്ടുമല്ലികളും പൂവിട്ടു. ഞാൻ കർഷകനല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കിയപ്പം അവരെക്കാൾ വലിയ കർഷകനാവണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് കൃഷിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ കൃഷിയിലേക്ക് വന്ന് കൃഷി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് ഫുൾ ടൈം കൃഷിയിലേക്ക് മാറിയൊരവസ്ഥയിലാണ്. ഇപ്പം ഞാൻ ഈ 5 ഏക്കർ പറയുന്നെങ്കിലും ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൃഷിഭൂമിയുടെ വ്യാപ്തി ഒരു 8.5 ഏക്കറിലേക്ക് എത്തും. അതായത് പഞ്ചായത്തിൻ്റെ മൊത്തം പച്ചക്കറി ഉൽപ്പാദനത്തിന് 10% എൻ്റെ പേരിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ചെത്ത് തൊഴിലാളിയാണ് രാജേഷ്. തൊഴിലിന് താൽക്കാലിക അവധി കൊടുത്തു തുടങ്ങിയ കൃഷി 8.5 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കട്ട സപ്പോർട്ടുമായി കുടുംബവും കൂടെയുണ്ട്. രാജേഷിലെ കർഷകന് കൈയടിച്ച് നാട്ടുകാരും ഒപ്പമുണ്ട്. കൊല്ലം. നാടെങ്ങും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടിയിൽ വനിതാ മെമ്പർമാരുടെ ബലൂൺ പൊട്ടിക്കൽ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. നമുക്കതൊന്ന് കാണാം. ഇനി വാർഷിക മത്സരം നടക്കുന്നത് ഉണ്ണിയാർച്ചയും ജാൻസി റാണിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ആ ഉണ്ണിയാർച്ച ബലൂൺ പുറത്ത് പുറകെ പിടിച്ചിരിക്കുകയാണ്. ജാൻസി റാണിയും പുറകെ പിടിച്ചിരിക്കുകയാണ്. ബിന്ദു മെമ്പറെ ഒരു കാരണവശാലും ബിന്ദു മെമ്പറെ വിട്ടുകൊടുക്കരുത്. ബിന്ദു മെമ്പറെ വിട്ടുകൊടുക്കരുത്. ആരുടെ ബലൂണാണ് പറഞ്ഞിരിക്കുന്നത്? ആരുടെ ബലൂണാണ് പറഞ്ഞിരിക്കുന്നത്? ബിന്ദു മെമ്പർ ജയിച്ചു. ഡിക്ലെയർ. ഓണത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി ഗ്രാമങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിൽ പൂക്കളം ഒരുക്കാൻ വസന്തം തീർക്കുന്ന ഗ്രാമങ്ങളാണിത്. പൂക്കൃഷിക്ക് പേരുകേട്ട തേനിയിലെ പല്ലവരായൻപട്ടിയിലെ ഓണക്കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പല്ലവരായൻപട്ടിയുടെ ഗ്രാമവഴിയുടെ ഇരുവശത്തും നോക്കത്താ ദൂരത്തോളം പൂപ്പാടങ്ങളാണ്. ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയും ഒക്കെ പൂക്കുന്ന പാടങ്ങൾ. കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും വിദേശത്തേക്കുമൊക്കെ ഇവിടുന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട്. പ്രധാന മാർക്കറ്റ് കേരളം തന്നെ. ഓണക്കാലമാണ് പ്രധാന വിപണി. எங்களுக்கு இந்த ஓணம் அனுசரித்து இந்த நெருங்கி வாரதுனால கொஞ்சம் சம்சாரிகள்லாம் கொஞ்சம் வேலையை எல்லா பூவுக்குமே எதிர்பார்த்து தேடி வச்சுக்கிட்டு இருக்காங்க. கேரளா வியாபாரிகள் நம்ம மார்க்கெட்டில் பூ இதை பர்ச்சேஸ் பண்ணாங்கன்னா கொஞ்சம் எங்களுக்கு கொஞ்சம் நல்ல மகிழ்ச்சியாகவும் இருக்கும், நல்லாவும் இருக்கும். எல்லா பூக்கும் இது ரேட்டு போகும். സംസാരിക്കും നല്ല ലാഭമാർക്കും. പല്ലവരായൻപട്ടിയിലെ 500ഓളം കർഷകർ 1000 ഏക്കറിലധികം സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നുണ്ട്. ഓണം ഇവർക്കും പ്രതീക്ഷയുടെ ഉത്സവമാണ്. இதில் செண்டு பூ இருக்கு, மல்லிகைப்பூ, கோழிக்கொண்டா. உங்களுக்கு கூடுதல் செண்டு பூ தான் உங்களுக்கு நல்ல யூஸ் ஆகும் ஆளுங்க எல்லாம் அவங்க சொல்லிக்கிட்டு இருக்காங்க. இருந்தாலும் இது கோழிக்கொண்டா இதுக எல்லாமே வெரைட்டியா அவங்க കേരള ഇത് കേരളത്തിൽ தான் முதலிடம். കർഷകർ പല്ലവരായൻപട്ടിയിലെ മാർക്കറ്റിലാണ് പൂക്കൾ വിൽക്കുന്നത്. ഇവിടുന്ന് ആവശ്യക്കാർ ലേലം വിളിച്ചു വാങ്ങും. இங்க உள்ள சம்சாரிகள் பூராமே பூ அதிகமாக உள்ளது. இங்க உள்ள பூக்கள் செண்டு பூவு, மல்லிகைப்பூ, ரோசா பூவு, சம்மங்கி மற்ற அனைத்து வகை பூவுகள் இங்கே கிடைக்கும். ஓணத்துக்கு கேரளாவில் இருந்து மக்கள் இங்கே வருஷம் அதிகமாக பூ வாங்கிட்டு போவாங்க. இந்த வட்டமும் அதே போல் வரணும். பூவில் விலை போகணும். எங்களுக்கும் ஒரு விலைவாசி கிடைக்கணும். சம்சாரிகளுக்கு மிக சந்தோஷப்படுவாங்க. ചെണ്ടുമല്ലിക്ക് 30, ജമന്തിക്ക് 150, വാടാമല്ലി 120, മുല്ലയ്ക്ക് കിലോയ്ക്ക് 900 രൂപ, അരളിക്ക് 260 എന്നിങ്ങനെയാണ് നിലവിലെ വില. മറ്റ് സമയങ്ങളിലും കേരളത്തിലേക്ക് പൂക്കൾ എത്താറുണ്ടെങ്കിലും ഓണനാളുകളാണ് ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും പേറുന്നത്.
മലയാളക്കരയുടെ ഓണാഘോഷത്തെ വരവേൽക്കാൻ തമിഴകത്തിന്റെ പൂപ്പാടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങും ചെണ്ടുമല്ലിയും ജമന്തിയും മുല്ലയുമൊക്കെ വിരി നിൽക്കുന്ന പൂപ്പാടങ്ങളാണ്. ഓരോ ഓണക്കാലവും തമിഴകത്തെ പൂക്കർഷകർക്ക് പ്രതീക്ഷയുടെ കാലഘട്ടം കൂടിയാണ്. പൂക്കൃഷിക്ക് പേരുകെട്ട തേനി പലവരായൻപേട്ടയിൽ നിന്നും പ്രിൻസ് ജെയിംസ് ന്യൂസ് 18. ഓണത്തിന് ഓങ്ങല്ലൂർക്കാർക്ക് വിഷരഹിത പച്ചക്കറി കൂട്ടി സദ്യ ഉണ്ണാം. അതിനായി പച്ചക്കറി കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് കരിമ്പുള്ളിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കണ്ണിനും മനസ്സിനും കുളിരായി ഒരേക്കറിൽ ഇറക്കിയ പച്ചക്കറി കൃഷിയിൽ നിന്ന് മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഓങ്ങല്ലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനമാണിത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി. നട്ട പച്ചക്കറികളെല്ലാം 100 മേനി വിളവ് നൽകി. ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരേക്കറിലാണ് വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത്. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വില നിയന്ത്രിക്കാൻ തദ്ദേശീയമായി വിളയിച്ചെടുത്ത പച്ചക്കറികൾക്കാകും എന്നാണ് ഇവരുടെ പക്ഷം. ഓണമായതോടെ നല്ല വിപണിയും കിട്ടി. ജൈവരീതിയിലായിരുന്നു കൃഷി. വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇത് ധനലക്ഷ്മി ലേബർ ഗ്രൂപ്പിന്റെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പയറുകളായി കഴിഞ്ഞു. വെണ്ടുണ്ട്, കുമ്പളം, ചെരങ്ങ, അതുപോലെ പൂള, എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടെ വിളവ് എടുത്തിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ജൈവ രീതിയിൽ, അത് മാത്രമല്ല ഓണക്കാലത്ത് പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുമ്പോൾ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ജൈവ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ ജൈവ പച്ചക്കറി കഴിക്കുന്നതിനും ഇതുകൊണ്ടൊക്കെ ഉപകാരപ്രദമാകും. വെണ്ട, പയർ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്തിലെ വിവിധ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. ഓണം ആഘോഷമാക്കാൻ തൃത്താലയിൽ കാർഷിക കാർണിവലിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയോടനുബന്ധിച്ച് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് മഹോത്സവ ജാഥ സംഘടിപ്പിച്ചു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട സംയോജിത വികസന പരിപാടിയായ സുസ്ഥിര തൃത്താലയുടെ ഉപജാഥാവ് സുസ്ഥിര വികസനത്തിന്റെ ഗ്രാമീണ മാതൃകയായി സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട സംയോജിത വികസന പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. ഇതിന്റെ ഭാഗമായി വിളയിച്ചെടുത്ത പച്ചക്കറികൾ, പൂക്കൾ, വാഴപ്പഴം, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ മിതമായ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതും കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്നതുമായ കാർഷിക കാർണിവൽ. കാർണിവലിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. ഇവിടെ കൃഷി നമ്മൾ നിശ്ചയിച്ചത് വാഴ കൃഷി നടത്താനാണ്. അപ്പോൾ അവിടുത്തെ വിളവെടുപ്പും കഴിഞ്ഞു. 3ാമത്തെ സ്ഥലത്തെത്തുമ്പോൾ കൂടുതൽ അതിഥികൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. മുൻ MLA ശ്രീ വി കെ ചന്ദ്രൻ, മുഹമ്മദ് മാഷ്, ഇവര് ഇതിൽ പങ്കാളിയാവാൻ വന്നു ചേർന്നിട്ടുണ്ട്. അതിനുള്ള സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് ഈ വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പടിഞ്ഞാറങ്ങാടിയിലാണ് കാർഷിക കാർണിവൽ നടക്കുന്നത്. വിപണനമേള, പ്രദർശനമേള, സെമിനാറുകൾ, പ്രാദേശിക തനത് കലാകായിക പരിപാടികൾ, ഭക്ഷ്യമേള, പുസ്തകോത്സവം എന്നിവയെല്ലാം കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃത്താല. പാലക്കാട് തൃത്താലയിൽ ഇക്കൊല്ലം മീനോണ ആഘോഷത്തിനുള്ള ഒരുക്കമാണ്. സുസ്ഥിര തൃത്താലയുടെ കാർഷിക കാർണിവലിന്റെ ഭാഗമായാണ് മീനോണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ വരാൽ മത്സ്യകൃഷി വിളവെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് ഈ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഓണത്തോടനുബന്ധിച്ച് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കാർഷിക കാർണിവലിന്റെ ഭാഗമായാണ് വരാൽ മത്സ്യകൃഷി നടത്തിയത്. ഇതിന്റെ വിളവെടുപ്പാണ് മീനോണം. മന്ത്രി എം ബി രാജേഷ് വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഈ മത്സ്യം പിടിക്കുന്നത്. അതാദ്യത്തെ അനുഭവമാണ്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് പച്ചക്കറികൾ, പഴം, അതുപോലെ പൂവ്, മത്സ്യം ഇത്രയും കൃഷി ചെയ്യുന്നത്. 162 ഏക്കറിലാണ് പച്ചക്കറിയും പൂവും കൃഷി ചെയ്യുന്നത്. അതിന്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ഒരു ഉത്സവമായിട്ട് നടത്തിയത്. ഇനി ഇതെല്ലാം കൂടി ഇന്ന് നമ്മൾ പടിഞ്ഞാറങ്ങാടിയിൽ എത്തിക്കുകയാണ്. തൃത്താല പഞ്ചായത്തിലെ മട്ടായ TT ബീരാൻകുട്ടിയുടെ കൃഷിയിടത്തിൽ നടന്ന പരിപാടിയിൽ 65 കിലോ വരാൽ മത്സ്യം വിളവെടുത്തു. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം മത്സ്യകൃഷി നടന്നുവരുന്നുണ്ട്. പറമ്പിലെ കുളങ്ങളിലും പടുതാക്കുളങ്ങളിലുമായാണ് നാടൻ മത്സ്യകൃഷി നടത്തുന്നത്. ന്യൂസ് 18 തൃത്താല. അതിർത്തി ചെക്ക് പോസ്റ്റിലെ ഓണക്കാല ലഹരി പരിശോധന കർശനമാക്കി എക്സൈസ്. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 24 മണിക്കൂറും എക്സൈസിന്റെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നത് തടയാനാണ് 24 മണിക്കൂറും പരിശോധന ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നടക്കുന്നത്. തമിഴ്നാടിന്റെയും KSRTCയുടെയും ഉൾപ്പെടെ സർവീസ് ബസ്സുകൾക്കുള്ളിലും പരിശോധന കർശനമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന എല്ലാ വാഹനങ്ങളിലും ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്.
ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വാഹന പരിശോധനയാണ് ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേകമായി നടന്നു വരുന്നത്. 3 ടേണുകളിലായി 6 ഉദ്യോഗസ്ഥർ ഒരേ സമയം 24 മണിക്കൂറും പരിശോധന നടത്തി വരുന്നുണ്ട്. പരിശോധന ഭാഗമായി ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ, ഗുഡ്സ് വാഹനങ്ങൾ, പാസഞ്ചർ വാഹനങ്ങൾ എന്നിവയെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഓണക്കാലവുമായി ബന്ധപ്പെട്ട് രഹസ്യ അറകളിലോ മറ്റോ ആയിട്ട് വ്യാജമദ്യങ്ങളോ മയക്കുമരുന്നോ കടത്തുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള അതീവ ജാഗ്രതയോടെയുള്ള പരിശോധനകളാണ് നിലവിൽ നടന്നു വരുന്നത്. ഒരു CI, ഒരു ഇൻസ്പെക്ടർ, 2 പ്രിവൻറ്റീവ് ഓഫീസർമാർ, 3 സിവിൽ എക്സൈസ് ഓഫീസർമാർ എന്നിവരടങ്ങുന്ന സംഘം 3 ഷിഫ്റ്റുകളായാണ് ഡ്യൂട്ടി നോക്കുന്നത്. ഒരു കണ്ടെയ്നറിനുള്ളിലെ പരിമിതമായ സ്ഥല സൗകര്യത്തിൽ നിന്നാണ് ജീവനക്കാർ പരിശോധന നടത്തുന്നത്. ആധുനിക പരിശോധന സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് വനപാതയിലൂടെ തെന്മലയിലെത്താമെന്നതും ട്രെയിൻ മാർഗം ലഹരി വസ്തുക്കൾ കടത്താൻ കഴിയും എന്നതും എക്സൈസിന് തലവേദനയാകുന്നു. ന്യൂസ് 18 പുനലൂർ. മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷം മാലിന്യ സംസ്കാര കേന്ദ്രത്തിലാണ് നടന്നത്. പ്രതിഷേധവുമായി LDF രംഗത്തെത്തി. കേരള സംസ്കാരത്തെയും ചടങ്ങുകളെയും അപമാനിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് അവർ ആരോപിച്ചത്. തദ്ദേശ ആരോഗ്യ വകുപ്പ് മന്ത്രിമാർക്കും കളക്ടർക്കും പ്രതിപക്ഷ കൗൺസിലർമാർ പരാതി നൽകി. ഓർക്കാൻ ഒരോണം എന്ന പേരിൽ വളക്കുഴി മാലിന്യ സംസ്കരണ സമുച്ചയത്തിലാണ് മൂവാറ്റുപുഴ നഗരസഭ ഔദ്യോഗിക ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷമായ LDF പ്രതിഷേധവുമായി രംഗത്തെത്തി. ഓണാഘോഷ പരിപാടികൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടത്തുന്നതിലൂടെ കേരള സംസ്കാരത്തെയും ചടങ്ങുകളെയും അവഹേളിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇത് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് കൗൺസിലർ KG അനിൽകുമാർ തദ്ദേശ വകുപ്പ്, ആരോഗ്യ വകുപ്പ് മന്ത്രിമാർക്കും കളക്ടർക്കും പരാതി നൽകി. വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഈ ഡബ്ബിംഗ് യാർഡിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് അറിയാൻ കഴിയും. ഓർക്കാൻ ഒരു ഓണം എന്നൊരു പേരിട്ടുകൊണ്ടാണ് പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അറിയുന്നത്. ഡബ്ബിംഗ് യാർഡിൽ പോയി നോക്കിയാൽ നമുക്കറിയാം, അവിടെ മാലിന്യ കൂമ്പാരമാണ്. സംസ്ഥാന സർക്കാർ 10,86,00,000 രൂപ അവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചതാണ്. കൃത്യമായി രൂപത്തിൽ അതിൻ്റെ മാലിന്യ സംസ്കരണം നടത്താത്തതിൻ്റെ ഭാഗമായി അവിടെ വേസ്റ്റ് കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്പേസ് ഓണാഘോഷം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സമൂഹത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 10,86,00,000 രൂപ ചെലവഴിച്ച് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിങ് ആരംഭിച്ചു. ഇത് ഫലപ്രദമല്ലെന്ന് CPM ആക്ഷേപം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്ന് ബയോമൈനിങ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും മാലിന്യ കൂമ്പാരം ഇല്ലെന്നും ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് UDF നേതൃത്വം നൽകുന്ന നഗരസഭ ഭരണസമിതി ഓണാഘോഷം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തന്നെ നടത്താൻ തീരുമാനിച്ചത്. അതേസമയം ഇത് അനുവദിക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF കൗൺസിലർമാർ. ന്യൂസ് 18 മൂവാറ്റുപുഴ. അങ്ങനെ നാടെങ്ങും ഓണാഘോഷങ്ങളാണ്. ദേ ഇപ്പോൾ ഇവിടുത്തെ ഓണാഘോഷം അങ്ങനെ വിവാദത്തിലുമായിരിക്കുന്നു. ഇനി ഒരു ഓണാഘോഷത്തിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടോ. മറ്റെവിടേക്കുമല്ല, ഞങ്ങളുടെ ന്യൂസ് 18 കേരളത്തിലും വളരെ ഗംഭീരമായി ഞങ്ങൾ ഇന്നലെ ഓണം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഒക്കെ നിറഞ്ഞുള്ള വളരെ വർണ്ണാഭമായ ഒരു ഓണാഘോഷമാണ് ഇന്നലെ ഇവിടെ നടന്നത് കേട്ടോ. ടീമുകളായി തിരിഞ്ഞ് 5 അത്തപ്പൂക്കളം മത്സരം ഒക്കെ നടത്തി അത്തപ്പൂക്കളങ്ങളൊക്കെ ഒരുക്കിയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ തുടക്കം. തുടർന്ന് വടംവലി, ലെമൺ ആൻഡ് സ്പൂൺ, കസേരകളി, മലയാളി മങ്ക, പുരുഷകേസരി തുടങ്ങി വിവിധ മത്സരങ്ങൾ ഇവിടെ നടന്നു. ന്യൂസ് 18 എല്ലാ ജീവനക്കാരും പങ്കെടുത്ത മത്സരങ്ങൾ അങ്ങനെ ഭയങ്കര കളർഫുള്ളായിരുന്നു. പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ചായിരുന്നു ഓണാഘോഷം ഞങ്ങളെല്ലാം കളറാക്കിയത്.
കണ്ടില്ലേ, ഞങ്ങൾ ഇത്ര അടിപൊളിയായിട്ടാണ് ഇന്നലെ ഓണം ആഘോഷിച്ചത്. ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലേ, ഒത്തൊരുമിക്കലും ഈ സന്തോഷവും ഈ ആഹ്ലാദത്തിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. ഒരുപക്ഷെ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇത്തരത്തിൽ എല്ലാവരും കൂടി ചേർന്ന് വലിയ രീതിയിൽ നമുക്കിങ്ങനെ കളർഫുള്ളായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഞങ്ങൾ ന്യൂസ് 18 കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചപ്പോൾ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഓണാഘോഷം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മടങ്ങിയെത്താം വാർത്തകളിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം. ഓണം വന്നോണം വന്നേ നാടെങ്ങും ഓണം വന്നേ വാർത്തകളിലേക്ക്. കോഴിക്കോട് എരിഞ്ഞിപ്പാലത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും.
കർണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. പെൺകുട്ടി യുവാവിന് അയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, അറസ്റ്റ് ഇന്നുണ്ടായേക്കും അല്ലേ? തീർച്ചയായും അറസ്റ്റ് ഇന്നുണ്ടാവും എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലായി ഈ ആത്മഹത്യ ചെയ്ത ആയിഷ എന്ന യുവതിയും ഒപ്പം ബഷറുദ്ദീൻ എന്ന ജിം ട്രെയിനർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ഇതിനുശേഷം ഒരാഴ്ച മുമ്പ് ഓണാവധിക്കായി ഈ നാട്ടിലേക്ക് എത്തിയ യുവതി വീട്ടിൽ പോലും പോകാതെ അല്ലെങ്കിൽ വീട്ടുകാരുമായി ഫോണിൽ പോലും ബന്ധപ്പെടാതെ യുവാവുമൊത്ത് കഴിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യം പ്രതി പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇരുവരും തമ്മിൽ പരസ്പരം പലപ്പോഴും വഴക്കടിക്കുന്നതും തർക്കിക്കുന്നതുമൊക്കെ പതിവായിരുന്നു എന്നും പറയുന്നു. ഈ സംഭവം നടന്ന ദിവസം ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായി താൻ പുറത്തേക്ക് പോയി. ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകരുത് എന്ന് ആയിഷ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ വാക്ക് അവഗണിച്ച് താൻ പുറത്തേക്ക് പോയി. തിരിച്ച് വന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. പിന്നീട് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് തന്റെ മരണത്തിന് താനാണ്, അതായത് ബഷറുദ്ദീനാണ് ഉത്തരവാദി എന്ന് ബഷറുദ്ദീന്റെ ഫോണിലേക്ക് യുവതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ശേഷമാണ് മരിച്ചത്. ആ മെസ്സേജ് പോലീസ് വീണ്ടെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ ഒരുങ്ങുന്നത്. നേരത്തെ യുവതിയുടെ കുടുംബവും ബഷറുദ്ദീനെതിരെ രംഗത്തെത്തി. ഇയാൾ ഈ യുവതിയെ കൊന്നതാണ് എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ഇരുവരും തമ്മിൽ പലപ്പോഴും തർക്കങ്ങളും യുവതിയെ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയതായി യുവതിയുടെ കൂട്ടുകാരികൾ കുടുംബത്തോട് പറഞ്ഞിരുന്നു. ഒപ്പം വലിയ ഒരു ടോക്സിക് റിലേഷൻ എന്ന രീതിയിലാണ് ഈ കുട്ടിയെ ഇയാൾ കൊണ്ടുപോയത്. ഇവരുടെ ചിത്രങ്ങൾ പകർത്തുകയും ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും അത് ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ് കൂടെ കൂട്ടിയിരുന്നത്. പ്രത്യേകിച്ചും ഓണ അവധി ലഭിച്ചിട്ട് ഈ കോഴിക്കോട് വരെ എത്തിയിട്ട് പോലും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അത്തോളിയിലേക്ക് എന്തുകൊണ്ട് കുട്ടി പോകാതിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് ഇയാളുടെ ബ്ലാക്ക്മെയിലിന് വഴിപ്പെട്ടത് കൊണ്ടാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അത് പൂർണ്ണമായ ഒരു തൂങ്ങിമരണം എന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ മെസ്സേജുകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണം കുറ്റം ചുമത്തി കേസെടുക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര 2020-ൽ നിന്ന് വിരമിച്ച് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക്. അടുത്ത വർഷം ലോകകപ്പ് നടക്കാനിരിക്കെയാണ് സ്റ്റാർക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ടെസ്റ്റിലും 2027-ലെ ലോകകപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഓസ്ട്രേലിയയുടെ എക്കാലത്തെ മികച്ച പേസർമാരിൽ ഒരാളായ സ്റ്റാർക്ക് അന്താരാഷ്ട്ര 2020യോട് വിട പറഞ്ഞത്. 35-കാരനായ സ്റ്റാർക്ക് 65 മത്സരങ്ങളിൽ നിന്ന് 79 വിക്കറ്റ് വീഴ്ത്തി. 2021-ൽ 2020 ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു സ്റ്റാർക്ക്. ഇനി നമ്മുടെ രാവിലെയുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്പെഷ്യൽ ഡേയിൽ ആരാണ് സ്പെഷ്യൽ ഡേ ആഘോഷമാക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. കോഴിക്കോട് സ്വദേശിയായ സജിനിയുടെ 60ാം പിറന്നാളാണ് ഇന്ന്. ഷഷ്ടി പൂർത്തിയാണപ്പോൾ. സജിനിക്ക് ആശംസകൾ അറിയിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് അനിയത്തി സജിത്രയും കുടുംബവുമാണ്. അപ്പോൾ അനിയത്തിയുടെയും കുടുംബത്തിന്റെ ആശംസകൾക്കൊപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും സജിനിയെ അറിയിക്കുകയാണ്. അപ്പോൾ വെരി ഹാപ്പി ബർത്ത്ഡേ, 60ാം പിറന്നാൾ ആഘോഷമാക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.